ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി ദൈവത്തിന് കോടാനുകൂടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. മരിച്ചുപോയവർ ഇവിടെ അവർ വീണ്ടും ജീവിക്കുമോ എന്ന പഠന പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് 2026 ജൂൺ മാസം 9-ാം തീയതി ഇന്ന് രാത്രി നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ആമുഖത്തെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അതിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ മനുഷ്യൻ, ദൂതൻ, സ്വർഗം, പർദീസ, അഗ്നിനരകം, നരകം, ഭൂമിക്ക് കീഴെയുള്ള മീതെയുള്ള പാതാൾ, നിരവധി വിഷയങ്ങളെക്കുറിച്ച് തൊട്ട് സംസാരിപ്പാനിടയായി തീർന്നു. മനുഷ്യൻ ആരാകുന്നു, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്താണ്, ആത്മാവ് എന്താണ്, മനുഷ്യൻ്റെ ശരീരം എന്താകുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. അന്ന് രാത്രി നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ നിന്നുകൊണ്ട് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന 8 മരണാനന്തര നിലകളെക്കുറിച്ചുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നലെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. അത് ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ദൈവവചനത്തിൻ്റെ ആധികാരികത എന്താണ്, എവിടെയാണ് ഇതേക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്കതിനകത്ത് എന്തൊക്കെ അറിയാം, അത് അറിയാൻ കഴിയാത്ത വ്യാഖ്യാനിച്ചെടുക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അതിനുശേഷമായിട്ട് നമ്മളിതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണമായിരിക്കുന്ന പഠനം നമ്മൾ നടത്തും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരാനുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുവാനിടയാത്തിനും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമുണ്ട്, അടുത്തത് എന്തായിരിക്കും, എങ്ങനെ തീരുമെന്നൊക്കെയുള്ള ചിന്തകൾ വരും. അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഇതിൻ്റെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതാതിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്യുന്നത് പോലെ അതാതിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവസാലും വെളിപ്പെടുത്തി തരും. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ തുടർന്ന് പഠിക്കുന്നത് ഈ മരണാനന്തര നിലകൾ എന്നുള്ളത് 6 സന്ദർഭങ്ങളുള്ള ബന്ധത്തിൽ 8 മരണാനന്തരകൾ ഉണ്ട് എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. അതിൽ ലോകാരംഭം മുതൽ പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം വരെ ഉണ്ടായിരുന്നത് 3 മരണാനന്തര നിലകളായിരുന്നു. അതേക്കുറിച്ച് നമ്മൾ വിശദീകരിക്കും. അത് ശരിയാണോ എന്നുള്ളത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് സ്ഥിരീകരിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ അത് നിങ്ങൾ കേൾക്കുക, അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, അത് എന്തൊക്കെയാണെന്നുള്ളത്. അത് അങ്ങനെയാണോ എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്നോട് പേഴ്സണലി അത് ചോദിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ അത് ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് മെസ്സേജ് ഇടുമ്പോൾ ഞങ്ങൾക്ക് അതിനെ കമൻറ്റ് ചെയ്യാം. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നോ, ഇല്ലെങ്കിൽ ഇല്ലെന്നോ നിങ്ങളുടെ സത്യസന്ധമായ ഏത് അഭിപ്രായവും അതിൽ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ലോക ആരംഭം മുതൽ പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം വരെ മീതെയുള്ള പാതാളം എന്നുള്ളൊരു ഭാഗമുണ്ടായിരുന്നു. അത് നീതിമാന്മാരുടെ ആത്മാക്കളും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും വസിച്ചിരുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് സംശയം തോന്നി കാണും, ഈ നീതിമാന്മാരാരാണ്, സിദ്ധന്മാരായ നീതിമാന്മാരാരാണ് എന്നുള്ളത്. അപ്പോൾ അത് വചനത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നീതിമാന്മാർ എന്നുള്ളതറിയാം, സിദ്ധന്മാരായ നീതിമാന്മാരെ കുറിച്ചും നമുക്കറിയാം. അപ്പോൾ നീതിമാന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് സിദ്ധന്മാരായിരിക്കുന്ന നീതിമാന്മാർ. നീതിമാന്മാർ എന്ന് പറയുമ്പോൾ ജീവത്തിൽ എഴുതപ്പെടുന്ന നിത്യജീവന യോഗ്യതയുള്ളവരെയാണ് നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്നത്. എന്നാൽ സിദ്ധന്മാരായ നീതിമാന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഷ്ടത സിദ്ധതയും, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നാണ് റോമക്കെഴുതിലെ 5-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ സിദ്ധന്മാരെന്ന് പറയുമ്പോൾ അവരെ കഷ്ടത സഹിഷ്ണുതയോടെ സഹിച്ച് സിദ്ധത പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ളതിൽ ഒരുവനായിരുന്നു ഹാബേൽ. അപ്പോൾ ഒന്നാമത് ആരാണ് സിദ്ധന്മാരായിരിക്കുന്ന നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്നത് എന്ന് നാം ചോദിച്ചാൽ നമുക്കത് പറയാൻ സാധിക്കുന്നത് ഹാബേലായിരുന്നു. ഹാബേൽ കഷ്ടതയിൽ തൻ്റെ ജ്യേഷ്ഠൻ തന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ, ബുദ്ധിമുട്ടിക്കുമ്പോൾ, തനിക്ക് അപ്രിയമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവൻ ദൈവത്തിന് വേണ്ടി തന്നെ നിന്നു. അവൻ ആ കഷ്ടം സഹിച്ച് സഹിഷ്ണുത കാണിച്ചു. മരിക്കേണ്ടി വന്നപ്പോൾ ദൈവസന്നിധിയിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് സിദ്ധന്മാർ. ഇബ്രായ ലേഖനത്തിലാണ് അതിൻ്റെ 12-ാം അധ്യായത്തിലാണ് സിദ്ധന്മാരായ ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്വർഗീയദേശം പ്രാപിക്കുന്ന ബന്ധത്തിലാണ്. അപ്പോൾ നീതിമാന്മാരുടെ ആത്മാക്കളുണ്ടായിരുന്നു, സിദ്ധന്മാരായ ആത്മാക്കളുടെ ആത്മാക്കളും മീതെയുള്ള പാതാളത്തുണ്ടായിരുന്നു. അതിനെ പൊതുവെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും അറിയാം, അബ്രഹാമിൻ്റെ മടി എന്നുള്ളത്. അപ്പോൾ അബ്രഹാമിൻ്റെ മടി എന്നുള്ളത് മരണാനന്തരങ്ങളെ കുറിച്ചുള്ള ഏത് ആൾക്കാരോട് ചോദിച്ചാൽ അവർ വേഗത്തിൽ പറയും അബ്രഹാമിൻ്റെ മടി എന്നുള്ളത്. അത് വിശ്വാസ സമൂഹം മാത്രമല്ല, അത് എല്ലാ
ക്രിസ്തീയ സമൂഹത്തിലുള്ള എല്ലാവരും മരണാനന്തരങ്ങളുള്ള കാര്യത്തിൽ പറഞ്ഞാൽ വേഗത്തിൽ പറയുന്ന ഒരു മരണാനന്തരയാണ് അബ്രഹാമിൻ്റെ മടി. പിന്നീട് പറയുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാതാളമുണ്ട്, നരകമുണ്ടെന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള കേൾവി എല്ലാവർക്കും ഉണ്ട്, പൊതുവേ ഉണ്ട്. ഇത് മൂന്നും കേൾക്കാത്ത ക്രിസ്ത്യാനികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്ത്യ സമൂഹത്തിന് പൊതുവെ അറിയാവുന്നതാണ് അബ്രഹാമിൻ്റെ മടി എന്നുള്ളതും പാതാളം എന്നുള്ളതും അതുപോലെ തന്നെ നരകം എന്നുള്ളതും. എന്നാൽ നാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു ടീച്ചിങ്ങിൽ നിന്ന് മുമ്പോട്ട് മാറി നാം പഠിക്കുമ്പോൾ 8 മരണാനന്തരങ്ങളെന്നുള്ളതാണ് നാം പഠിക്കുന്നത്. അപ്പോൾ അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണമായിരിക്കുന്ന ചിന്താഗതിയിൽ നിന്ന് അബ്രഹാമിൻ്റെ മടി എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് നാം ഏതെല്ലാം നിലവാരങ്ങളിലേക്കാണ് മാറ്റപ്പെടുന്നത് എന്നുള്ളത് പുതിയ നിയമ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോകാരംഭം മുതൽ പുതിയ നിയമത്തിന്റെ സ്ഥാപനം വരെ നമുക്ക് പൊതുവെ കാണുമ്പോൾ മീതെയുള്ള പാതാളം, അതിനെ പൊതുവെ അബ്രഹാമിൻ്റെ മടി എന്നാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ മടി അത് കർത്താവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതിനെ വളരെയധികം പ്രാധാന്യത ഉണ്ടായത്. അബ്രഹാമിൻ്റെ മടി എന്നുള്ള ഭാഗം മീതെയുള്ള പാതാളത്തോട് ബന്ധത്തിൽ നിൽക്കുന്നു. രണ്ടാമത്, അധമ പാതാളം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേക്കുറിച്ച് നിരവധി വചന തെളിവുകളുണ്ട്. അഥവാ പാതാളം യാതന അനുഭവിക്കുന്ന സ്ഥലമാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമ എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല, അത് അന്നത്തെ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉണ്ടെന്നുള്ളതിനുള്ള ഒരു വ്യക്തത വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. മൂന്നാമത്തേത് നരകമാണ്. നരകം എന്നുള്ളത് ഉണ്ടെന്നുള്ളത് നമുക്ക് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം നരകത്തിലാക്കി അന്ധതമസ്സിൽ ചങ്ങലക്കിട്ടിരിക്കുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മീതെയുള്ള പാതാളം എന്നുള്ളത് എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനെ ലൂക്കോസ് സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ കർത്താവ് വധിക്കുന്ന അബ്രഹാമിൻ്റെ മടിയാണ് മീതെയുള്ള പാതാളം. അധമ പാതാളം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാതാളം അഥവാ പാതാളം യാതനാ സ്ഥലമാണ്, അതും കർത്താവ് പറഞ്ഞു പോകും എന്ന് മനസ്സിലാകുന്നു. നരകം എന്നുള്ളതും നമുക്ക് പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് അറിയാം. പിന്നെ സങ്കീർത്തനങ്ങളൊക്കെ നരകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഭരണാനന്തരങ്ങളെക്കുറിച്ചുള്ള സംശയം ആർക്കും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തേക്കാണ് നമ്മളിന്ന് രാത്രിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് സംശയം ആർക്കും കാണത്തില്ല. മീതെയുള്ള പാതാളം അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടി, അധമ പാതാളം, അതിനെ മൗനതയുടെ സ്ഥലമെന്നും യാതനാ സ്ഥലമെന്നും പറയുന്ന സ്ഥലം. മൂന്നാമത് നരകം. നരകം എന്നുള്ളത് കഠിനമായിരിക്കുന്ന ശിക്ഷ അനുഭവിക്കേണ്ടവരെ തടങ്കലിലാക്കിയിരിക്കുന്ന സ്ഥലമാണ് നരകം. പുതിയ നിയമത്തിന്റെ സ്ഥാപനം മുതൽ പുതിയ നിയമത്തിന്റെ സ്ഥാപനം മുതൽ വളരെ മനസ്സിലാകണം. പുതിയ നിയമത്തിന്റെ സ്ഥാപനം അഥവാ യേശു ക്രിസ്തു യാഗം അർപ്പിച്ച പുണ്യാഗ രക്തം കൊണ്ടുള്ള യാഗം, പാപങ്ങളെ നീക്കുവാൻ വേണ്ടി കഴിച്ച യാഗമാണ് പുതിയ നിയമത്തിന്റെ സ്ഥാപനം. പുതിയ നിയമത്തിന്റെ സ്ഥാപനം എന്ന് പറയുമ്പോൾ ആടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ട് പാപത്തിന് പരിഹാരം വരാതിരുന്ന പഴയ നിയമ യാഗങ്ങളെ മാറ്റിയിട്ട് കുഞ്ഞാടിന്റെ രക്തം ചൊരിയപ്പെട്ട യാഗത്തെയാണ് പുതിയ നിയമത്തിന്റെ സ്ഥാപനം എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിന്റെ സ്ഥാപനം മുതൽ പുതിയ നിയമസഭയുടെ സ്ഥാപനം വരെ, ഇപ്പോൾ പുതിയ നിയമത്തിന്റെ സ്ഥാപനം വേറെ, പുതിയ നിയമസഭയുടെ സ്ഥാപനം വേറെ, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പോൾ പുതിയ നിയമത്തിന്റെ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത്, അതിലെല്ലാ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും ഉൾപ്പെടുന്നു. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിച്ചൊഴിഞ്ഞ രക്തം കൊണ്ടാണ് തൻ്റെ രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ചത് രാജ്യത്തിൽ പഴയ വിശുദ്ധന്മാരും പുതിയ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ നീതിമാന്മാരുടെ ഗണങ്ങളും ഉൾപ്പെടുന്നതാണ് പുതിയ നിയമത്തിന്റെ സ്ഥാപനത്തിലൂടെ ദൈവരാജ്യത്തിലൂടെ കർത്താവ് സ്ഥാപിച്ചെടുത്തത്. എന്നാൽ 50-ാമത്തെ ദിവസത്തിൽ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അത് പെന്തക്കോസ്ത് നാളിൽ അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാണ് ദൈവസഭ സ്ഥാപിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണം മുഖാന്തരമായി അതിന് നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച വേർപെട്ടുന്ന മക്കളെ ചേർത്ത് പരിശുദ്ധാത്മാവ് ചേർക്കുന്ന കൂട്ടായ്മയാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമസ്ഥാപനം വന്നതിന് ശേഷമായി ദൈവരാജ്യം എന്നുള്ളത് സ്ഥാപിതമായി. ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേക കൂട്ടായ്മയാണ് ഈ ദൈവസഭ എന്നുള്ളത്. അപ്പോൾ പുതിയ നിയമസഭ ദൈവരാജ്യത്തിനുള്ളതാണെങ്കിലും പുതിയ നിയമസഭയ്ക്കകത്ത് എല്ലാ വിശുദ്ധന്മാരും ഇല്ല. അതിനകത്ത് പഴയ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നില്ല.
യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരമായി നേരിട്ട് അതിൻ്റെ പ്രയോജനം ലഭിച്ച് ജീവിതത്തിൽ മാറ്റം സംഭവിച്ച് ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്നും ലോക വിഷയങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ ദൈവത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തെയാണ് ദൈവത്തിൻ്റെ സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്ഥാപിതമായത് പുതിയ നിയമ ദൈവസഭ സ്ഥാപിതമായത് പുതിയ നിയമ സ്ഥാപനത്തിന് ശേഷം 50-ാമത്തെ ദിവസമാണ്. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പർദീസ എന്നൊരു ഭാഗം മരണാനന്തര നിലയുള്ള ബന്ധത്തിലുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കതറിയാം, പർദീസയിൽ വിശുദ്ധന്മാർ വസിക്കുന്നു, അവരുടെ ആത്മാക്കൾ വസിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. ഇപ്പം നമുക്ക് കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അബ്രഹാമിൻ്റെ മടി, പാതാളം അല്ലെങ്കിൽ യാതനാസ്ഥലം, നരകം, അതുപോലെ തന്നെ പർദീസ. ഇങ്ങനെ ഈ 4 കാര്യങ്ങളെ എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ആഴത്തിൽ നമ്മൾ ഇതിനകത്ത് സംശയം ഉണ്ടാകത്തില്ല, പർദീസ എന്നുള്ളത് ഉണ്ട്. അപ്പം അതിന് കർത്താവ് പറഞ്ഞ ലൂക്കോസ് 21-ാം അധ്യായത്തിലാണ് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതിൽ മാനസാന്തരപ്പെട്ട അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയായിരുന്നു കർത്താവോട് ക്രൂശിക്കപ്പെട്ട വ്യക്തി. അവൻ നീതിമാനായി പർദീസയിലേക്ക് പ്രവേശിച്ച ശേഷം അവനെ ആരും കള്ളനെന്ന് പറയരുത്. പക്ഷെ പലരും ഇന്നും പറയുന്നത് കള്ളനോട് കൂടെ ഞങ്ങളും ചൊല്ലുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവനെ ഒരിക്കലും കള്ളൻ അല്ല, അവൻ കള്ളനായിരുന്നു, അവൻ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു. എന്നാൽ കുഞ്ഞാടിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അവനിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു. അവൻ പിന്നീട് കള്ളനല്ല, അവൻ വിശുദ്ധന്മാരുടെ പൗരത്വത്തിൽപ്പെടുന്നവനാണ്. അതുകൊണ്ട് അവൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നാണ്. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയാം. 2 കള്ളന്മാരുടെ കൂടിയാണ് യേശു, അവിടെ മധ്യത്തിലാണ് യേശു ക്രൂശിക്കപ്പെട്ടതെങ്കിലും യേശു മരിക്കുന്നതിന് മുമ്പ് ഒരുത്തൻ വിശുദ്ധന്മാരുടെ ഉന്നതമായിരിക്കുന്ന സിദ്ധന്മാരുടെ പദവി നേടിയിരുന്നു. 2-ാമത്തെ വ്യക്തി കഠിനമായിരിക്കുന്ന നിത്യനരകത്തിനും അവൻ കാരണപ്പോതിനായി തീർന്നു. അവനിലേക്ക് തള്ളപ്പെട്ടു. യേശു ക്രിസ്തു മരണത്തെയും ജീവനെയും തമ്മിൽ വേർപിരിച്ചപ്പോൾ ഒരുവൻ വിശുദ്ധന്മാരായിരിക്കുന്ന സിദ്ധന്മാരുടെ നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടു. പഴയ നിയമത്തിൽ അബ്രഹാമിനോടുകൂടെ, ഇസഹാക്കിനോടുകൂടെ, യാക്കോബിനോടുകൂടെ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവൻ ആ നിലവാരത്തിലേക്കാണ് അവൻ മാറ്റപ്പെട്ടതെങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചതിന് ശേഷമേ നീ മരിക്കുകയുള്ളൂ. നീ പോകുന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കായിരിക്കുകയില്ല, താഴേക്കായിരിക്കുകയില്ല പോകുന്നത്, ഭൂമിയുടെ അധോഭാഗത്തേക്കല്ല നീ ഇറങ്ങിപ്പോകുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായി പറുദീസയിലേക്കുള്ള പ്രവേശനം ലഭിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്ന് സിദ്ധത പ്രാപിച്ച മഹാദുഷ്പ്രവർത്തിക്കാരൻ അവൻ വിശുദ്ധനായി തീർന്ന ദൈവത്തിൻ്റെ വിടുതൽ എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ വിടുതലാണ്. കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയാൽ സാക്ഷാൽ നാം സ്വതന്ത്രരാകും. ഇന്ന് രാത്രിയിൽ ഈ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അവനെ റോമൻ ഗവൺമെന്റ് ശിക്ഷിച്ചെങ്കിലും, ലോകം മുഴുവൻ അവനെ കള്ളൻ എന്ന് മുദ്രകുത്തിയെങ്കിലും, ഇന്നും അവന് കള്ളൻ എന്ന് പേരിട്ടാണ് പലരും പറയുന്നെങ്കിലും, രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ കള്ളനായിരുന്നില്ല, ആയിരുന്നു. പക്ഷേ ക്രിസ്തു മുഖാന്തരം, യേശുവിൻ്റെ ജീവൻ മുഖാന്തരം, യേശുവിൻ്റെ രക്തം മുഖാന്തരം അവൻ സിദ്ധന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ആദ്യമായി പറുദീസയിലേക്ക് പ്രവേശിപ്പാനുള്ള യോഗ്യത പ്രാപിച്ചവനായി അവന് സ്ഥാനക്കയറ്റം കിട്ടുവാൻ മരണാനന്തര ബഹുമതി ഇവിടെ കൊടുക്കാറുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നത്, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, ജഡത്തിൽ മരിച്ചു കഴിയുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങളെയൊക്കെ ഓർത്ത് മരണാനന്തര ബഹുമതി അവിടെ മറ്റുള്ളവർ കൊടുക്കാറുണ്ടെങ്കിൽ, കർത്താവ് ഇവനെ മരിക്കുന്നതിന് മുമ്പ് അവന് ബഹുമതി കൊടുത്തു. അവനോട് പറഞ്ഞു, നീ എന്നെ അംഗീകരിച്ചതുകൊണ്ട്, രാജാവായി അംഗീകരിച്ചതുകൊണ്ട്. കർത്താവിനോട് അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തോണമെന്ന് പറഞ്ഞപ്പോൾ, യേശു രാജാവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ അധിക്ഷേപിക്കുകയും അവൻ്റെ തലയിൽ മുൾക്കിരണം വയ്ക്കുകയും അവനെ തുപ്പുകയും എല്ലാം ചെയ്തപ്പോൾ, അന്ന് യേശു രാജാവാണെന്ന് അംഗീകരിച്ച് അവനെയാണ് ദൈവം സിദ്ധന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുകയും പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യനാക്കി തീർത്തതുകൊണ്ട് പറുദീസ എന്നുള്ളത്
ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ലൂക്കോസ് സുവിശേഷം 23-39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളുടെ ബന്ധത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ പറുദീസ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിനെയാണ് സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർഗം, അപ്പോൾ സ്വർഗാസ്വർഗം കഴിഞ്ഞാൽ സ്വർഗം. കർത്താവ് പറഞ്ഞു, നീ എന്നോടുകൂടെ സ്വർഗത്തിലിരിക്കും. എൻ്റെ അർത്ഥം നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നാണ്. അപ്പോൾ ഈ പറുദീസയിൽ അവനെ പ്രവേശിച്ചിരിക്കുന്നത് എവിടെയാകുന്നു എന്നുള്ളത് സ്വർഗത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. അത് വേദപുസ്തകത്തിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അപ്പോൾ അവൻ പറുദീസയിലാണ് പ്രവേശിക്കുന്നത്, അവൻ ദൈവസഭയുടെ അംഗമല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവന് എവിടെയായിരിക്കണം പറുദീസയിൽ ദൈവം വയ്ക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന മീതെയുള്ള പാതാളത്തിൽ 2 കൂട്ടരുണ്ടെന്നുള്ളത് മനസ്സിലായി. ഒന്ന് നീതിമാന്മാരായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ സിദ്ധന്മാരായിരിക്കുന്ന നീതിമാന്മാരുമുണ്ട്. അപ്പോൾ പറുദീസയെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ പറുദീസ എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് നേരിട്ട് അന്ന് പറഞ്ഞത്, നേരിട്ട് പ്രവേശനം ലഭിക്കുന്നവർ നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പറുദീസയുടെ വാതിൽ ദൈവം തുറന്നു എന്നുള്ളത് നമുക്കിവിടെ ഈ വചനത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വാതിലുകൾ തുറക്കപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ യെശയ്യാ 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പാതാള വാതിൽ പോകേണ്ടി വന്നു എന്നാണ്. 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ 3 മരണാനന്തര നിലകളെക്കുറിച്ചുള്ള വെളിപ്പാട് ഹിസ്കിയാവ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എവിടെയാണ് പോകുന്നതിനെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് ഓരോ വ്യക്തിക്കും മനസ്സിലാകും എന്നുള്ളത് ഈ 38-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഹിസ്കിയാവിനോട് പറഞ്ഞപ്പോൾ, മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് വേഗത്തിൽ മുഖം തിരിച്ച് പ്രാർത്ഥിച്ചു. അവന് 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്തു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ അവൻ പറഞ്ഞത്, അവൻ എഴുതിയ എഴുത്ത് ഇങ്ങനെയാണ്. 10-ാം വാക്യം, എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു, എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പാതാള വാതിലകം അതുവരെയും ഉണ്ടായിരുന്നത്, ഹിസ്കിയാവ് നല്ല മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ദൈവനോട് സംസാരിക്കത്തില്ലല്ലോ. നിന്റെ കാര്യം പലരോട് പാതാളത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരിക്കലും മോശമായിട്ട് സ്ഥലത്തേക്കല്ല. അപ്പം അന്നത്തെ ഉണ്ടായിരുന്ന ഇപ്പം യേശുക്രിസ്തു ഈ പറയുന്ന അവൻ രക്തം ചിന്തി വിടിവിക്കുന്നവരെയും ഉണ്ടായിരുന്ന വിശുദ്ധന്മാർ എല്ലാവരും പറഞ്ഞിരുന്നത് പാതാളത്തെക്കുറിച്ച്. അപ്പോൾ പാതാള വാതിലകം ഞാൻ മധ്യാഹ്നത്തിൽ, എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു, എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവനോട് മരിക്കുന്നു പറഞ്ഞപ്പോൾ അവന് അറിയാമായിരുന്നു പിതാക്കന്മാർ പോയത് പാതാളത്തിലേക്കാണ്. ഞാൻ അതിലേക്ക് വരും. ഞാനിവിടെ ഈ പറയുന്ന കാഴ്ചപ്പാട് ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. നമുക്ക് നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഇപ്പോൾ ആത്മാവുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ആ അകത്തെ മനുഷ്യൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നാം ചിന്തിക്കുന്നതും അമേരിക്കയിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ മനസ്സ് ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന എല്ലാം അകത്തെ മനുഷ്യനാണ്. പുറത്തെ മനുഷ്യന് അതിനുള്ളതില്ല. എന്നാൽ മനുഷ്യൻ ശരീരം വിട്ടു കഴിയുമ്പോഴാണ് അവന് കാണാനും കേൾക്കാനും ഒക്കെയുള്ള നിത്യതയോടുള്ള ബന്ധത്തിലുള്ള ഒരു ജീവൻ വെളിപ്പെടുന്നത്. അപ്പോൾ ഈ അകത്തുള്ള മനുഷ്യൻ ഭൗമികമായിരിക്കുന്ന ജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. കഴിഞ്ഞ നാളുകൾ സംഭവിച്ച കാര്യങ്ങൾ, പണ്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ, ഓർമ്മ, അല്ലെങ്കിൽ നാം പോകേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ചൊക്കെയുള്ള വലിയ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ട്, അകത്തെ മനുഷ്യനിലുണ്ട്. പക്ഷെ ഇതിപ്പം ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. പുറമേയുള്ള ജീവിതം കൊണ്ട് അതിനെ അത്രമാത്രമേ അതിനുള്ള കഴിയത്തുള്ളൂ. എന്നാൽ ഇത് നാം തോട് പൊളിച്ച് ഈ ശരീരത്തിൽ നിന്ന് വെളിയിൽ വന്നു കഴിയുമ്പോൾ അത് സ്വതന്ത്രമാകുമ്പോഴാണ് പിന്നീടാണ് നിത്യതയോടുള്ള ബന്ധത്തിൽ ദീർഘമായ കാഴ്ചകൾ, ദുഃഖങ്ങൾ, സുഖങ്ങൾ, സ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് കഥ പറഞ്ഞ ആ ഊമിനോടുള്ള ബന്ധത്തിൽ പഠിക്കും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പോകേണ്ട സമയം വന്നപ്പോൾ മനസ്സിലായി, മരിക്കാൻ തയ്യാറാകുന്നു, പോകാൻ തയ്യാറാകുന്നു. എവിടേക്കാണ് പോകുന്നത് നോക്കിയപ്പോൾ മനസ്സിലായി, പാതാള വാതിലകം, പാതാളത്തിൻ്റെ വാതിലിലേക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ് അവൻ. അത് തുറന്നു കിടക്കുക, അവൻ അവിടേക്ക് പോകാനുള്ള സമയമായി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. തുടർന്ന് പറയുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തയെ പ്രസ്താവിക്കുന്നില്ല. ഇപ്പം 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഹിസ്കിയാവ് പോകാനുള്ള പാതാളം മീതെയുള്ള പാതാളമാണ്. അവന്
നമുക്ക് അബ്രഹാമിൻ്റെ മടി എന്ന് നമുക്ക് പറയാം. എന്നാൽ പാതാളം സ്തുതിക്കാത്ത ദൈവത്തെയായിട്ട് ഓർമ്മയില്ലാത്ത, ദൈവത്തോട് ബന്ധമില്ലാത്തവർ ചെന്ന് വീഴുന്നത് പാതാളം 18-ാമത്തെ വാക്യത്തിൽ അവൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവര് സ്തുതിക്കുന്നില്ല, ദൈവമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പാതാളം അധമ പാതാളമാണ്. അതിൻ്റെ മരണം നിന്നെ വാഴ്ത്തുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മരണം എന്നുള്ള അവസ്ഥയല്ല, മരണം എന്നിവിടെ പറയുന്നത് നരകത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരിച്ചവരെയാണ്, മരിച്ചവരും മൗനത്തിലിറങ്ങിയവരും, ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മരിച്ചവർ എന്ന് പറഞ്ഞാൽ അർത്ഥം നരകത്തിലിറങ്ങുന്നവരും പാതാളതയുടെ മൗനത്തിൽ ഇറങ്ങുന്നവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്ന്. അപ്പോൾ ഈ യെശയ്യാവിൻ്റെ 38-ാം അധ്യായം ശരിക്കും വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, നീതിമാന്മാരായിരിക്കുന്ന ഹിസ്കിയാവ് സിദ്ധനാണെങ്കിൽ അവൻ പോകേണ്ടത് അബ്രഹാമിൻ്റെ മടിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ പാതാളവാതിലോകം അവന് പോകേണ്ടി വന്നപ്പോൾ അവനിവിടെ ജീവിച്ച് കൊതി തീർന്നില്ല. അവൻ്റെ ജീവിതം പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കുറച്ചു നാൾ കൂടി ജീവിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ഭക്തന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അത് സാധിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ചാണ് കർത്താവ് അവനോട് പറഞ്ഞത്, നിനക്ക് 15 സംവത്സരം കൂടി തന്നെ. അവൻ ഓർപ്പിച്ചു, ദൈവമേ എന്നെ ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ ഘടികാരത്തിൻ്റെ സൂചി പുറകോട്ട് മാറ്റി കാണിച്ച് അടയാളം കൊടുത്ത് അവനെ 15 വർഷം കൊടുത്തതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വിസ്തരിച്ച് രേഖപ്പെടുത്തി. അപ്പം അവനത് മനസ്സിലായി, ഞാൻ പാതാളവാതിലകം പോകേണ്ടതായിരുന്നു, പക്ഷെ എന്നെ അവിടെ നിന്ന് ദൈവം തിരിച്ച് ഭൂമി ജീവിക്കാനുള്ള അവസരം. അതിനുശേഷമുള്ള 15 വർഷത്തെ കാര്യത്തെക്കുറിച്ച് നമുക്കത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഞാനതിലേക്ക് കടന്നവൻ ആഗ്രഹിച്ചു. പക്ഷെ ഏതായാലും അവൻ പോകാനായിട്ട് താല്പര്യപ്പെട്ടത് ദൈവം പറഞ്ഞപ്പോൾ അവനത് മനസ്സിലായിരുന്നു. പക്ഷെ അവൻ തന്നെ പറയുകയാണ്, എന്നെ സമാധാനത്തിന് എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഇപ്പം എന്താണ് രക്ഷയെന്നും അവൻ മരിക്കാൻ പോകുന്ന ഒരുക്കത്തെക്കുറിച്ച് കണ്ടപ്പോൾ അവന് മനസ്സിലായി, ദൈവം അവനെ, പ്രിയപ്പെട്ടവരെ ഇത് വായിച്ച് ഞാനിത് മുഴുവൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇനിയൊന്ന് വായിച്ചു നോക്കണം ഇത്. അപ്പം അതിൻ്റെ അകത്ത് മടങ്ങിയിരിക്കുന്ന വലിയ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഒരു രോഗം വന്ന സൗഖ്യമായതിനേക്കാൾ അപ്പുറമായിട്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനെ കുറിച്ചും ദൈവം രക്ഷിച്ചിരിക്കുന്ന ആത്മസൗഖ്യത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് അവനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാവങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളകിക്കൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നുണ്ട്. പറയുക, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രസ്താവിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ, ഈ മരണത്തിലേക്കും പാതാളത്തിലേക്കും പോകാതെ നാശക്കുഴിയിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് തന്നെ രക്ഷിച്ചത് ദൈവമേ നിന്റെ സ്നേഹമാ. നീ എൻ്റെ സകല പാവങ്ങളെയും പുറകിലെറിഞ്ഞു കളഞ്ഞ് നീ എന്നെ രക്ഷിച്ചു എന്നുള്ളത് ഈ ഭക്തന് മനസ്സിലായി. ഇന്ന് രാത്രിയിലും നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം, ഏറ്റവും വലിയ സൗഖ്യം എന്നുള്ളത് ഒരു രോഗസൗഖ്യമല്ല. ഏറ്റവും വലിയ സൗഖ്യം എന്നുള്ളത് ആത്മാവിൻ്റെ പാപത്തെ ദൈവം ക്ഷമിക്കുന്നതാ. അത് ഹിസ്കിയാവിന് മനസ്സിലായിട്ട് പറയുക, എന്നെ പാതാളത്ത് നിന്ന്, അധമ പാതാളത്ത് നിന്ന്, മരണത്തിൽ നിന്ന്, ആ ദൈവത്തെ വാഴ്ത്താത്ത, ദൈവത്തെ സ്തുതിക്കാത്ത സ്ഥലത്തു നിന്ന് തന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ഇവൻ പറയുകയാണ്, ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും, അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്ത അറിയിക്കും. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ വചനം വായിച്ച് കേൾക്കുമ്പോൾ പോകേണ്ടത് മൗനതയിലേക്കോ അതെ ദൈവത്തെ വാഴ്ത്താത്ത സ്ഥലത്തേക്കോ ആണെങ്കിൽ ഇവിടെ അടച്ചുപൂട്ടി ഇരിക്കുകയുള്ളൂ. എന്നാൽ ഹിസ്കിയാവിന് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഇത് കയ്പായത് സംഭവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് മാറ്റം വന്നു. ഇനി ഞാൻ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് അതെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാതെ എന്നെ രക്ഷിച്ച ദൈവത്തെ, അതിനെ കണ്ടുകൊണ്ടാണ് പിന്നീട് ഹിസ്കിയാവ് ദൈവത്തിന് വാഴ്ത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മളും ഇതൊന്നും അറിയുന്നില്ല. നിങ്ങളും കടന്നു പോകേണ്ടത് എവിടെയായിരുന്നു, എങ്ങോട്ട് പോകണമായിരുന്നു? പാപത്തിലാ നാം ജീവിച്ച് മരിച്ചതെങ്കിൽ പോകേണ്ടത് നിത്യമായിരിക്കുന്ന യാതന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അതികഠിനമായിരിക്കുന്ന നരകത്തിലേക്കോ പോകേണ്ടിയിരുന്ന നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം ദൈവമക്കൾ, വിടുതൽ പ്രാപിച്ചവർ. അതുകൊണ്ട് ആർക്കെങ്കിലും സ്തോത്രം ചെയ്യുവാൻ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ദൈവം നമ്മളെ രക്ഷിച്ച ദൈവസ്നേഹത്തിനായി ഇന്ന് രാത്രിയിലും സ്തോത്രം ചെയ്യാം. അപ്പോൾ പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല,
മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിറങ്ങുന്നവർ നിന്റെ വിശ്വസത്തെ പ്രത്യാശിക്കുന്നതുമില്ല. എന്നാൽ ഹിസ്കിയാവ് പോകേണ്ടിയിരുന്ന സ്ഥലം അത് അവന് മാറ്റം വരുത്തി. ദൈവം അവനെ രക്ഷിച്ചതുകൊണ്ട് അവൻ പറയുക, പാതാള വാതിൽ ലോകം ഞാൻ പോകേണ്ടിയിരുന്നതാ, എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ച് നീതിവാന്മാരുടെ ഗണത്തിൽപ്പെടേണ്ടതാ, പക്ഷേ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ജീവിതം. എനിക്ക് മനസ്സിലായി ഇവിടുന്ന് ദൈവം എന്നെ രക്ഷിച്ച് എന്നെ കൊണ്ടുപോയത് ഞാൻ പോകേണ്ടിരുന്നത് മീതെയുള്ള പാതാളത്തിലേക്കാ, പക്ഷെ ഞാൻ ചോദിച്ചുകൊണ്ട് അവിടുന്ന് എനിക്ക് ജീവൻ കഥ തിരിച്ചു തന്നതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അധമ പാതാളത്തിലോ നരകത്തിലോ പോകാതെ ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് കൃപ തന്നതുകൊണ്ട്, അത്യന്തം കൈപ്പായത് ഭവിച്ചതുകൊണ്ട്, മരണത്തെ അഭിമുഖം കണ്ടതുകൊണ്ട്, അവന് കാര്യങ്ങളെ മനസ്സായതുകൊണ്ട് അവൻ പറയുക, ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. ഇവിടെ ജീവനോടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുക. എത്രമാത്രം സ്തുതിക്കാമോ അത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിനെ നാം ദിവസങ്ങളിൽ സ്തുതിക്കുവാൻ, ജീവനുള്ള കാലത്തോളം ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ, ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ ശരീരം ഇവിടെ തോടുപൊളിഞ്ഞ് ഇവിടെ കിടക്കും, മണ്ണോട് ചേരും. പക്ഷേ അകത്തുള്ള മനുഷ്യൻ ബലം പ്രാപിച്ച് ശക്തിയുള്ളവനായിട്ട് അവൻ ഈ ഭൂമിയിൽ നിന്ന് പറന്നുയരും. അവിടെ ചെല്ലുന്നത് ദൈവിക ആരാധനയുള്ള ബന്ധത്തിലേക്കാണ് മാറ്റപ്പെടുന്നതെന്നാൽ, മറുഭാഗത്ത് സത്യദൈവത്തെ ആരാധിക്കാതെയാ പോകുന്നെങ്കിൽ നിത്യമായിരിക്കുന്ന നിരാശയിലും മൗനതയിലും കഠിനതയിലും യാതനയിലേക്കും ആണ് പോകുന്നത് എന്നുള്ള കാര്യം ഹിസ്കിയാവിന് മനസ്സിലായി. രാത്രിയിൽ ഒരുപക്ഷെ നമ്മളിതിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കി കാണത്തില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എന്നാൽ എവിടെ നിന്ന് എന്ത് മാറ്റം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ വിലയും നിലയും ഒക്കെ മനസ്സിലാകുന്നത് എന്നാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഇവിടുന്ന് മാറ്റപ്പെടേണ്ട അവസ്ഥ വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരുമ്പോഴാണ് ഇതൊക്കെ നാം മനസ്സിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഗൗരവപൂർണ്ണമായിരിക്കുന്ന ക്രിസ്തീയം ചെയ്തുകൊണ്ട് ഹിസ്കിയാവ് പറഞ്ഞതുപോലെ, ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും? അധികമധികമായി എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ വചന പഠനം മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാകണം. അത് എന്നെ നാശക്കുഴിയിൽ നിന്ന്, എന്നെ പാതാളത്തിൻ്റെ അധീനതയിൽ നിന്ന്, എന്നെ നരകത്തിൻ്റെ വേദനയിൽ നിന്ന്, കഠിനതയിൽ നിന്ന് വിടിവിച്ച, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ അന്ത്യശ്വാസം വരെ ജീവിക്കും. അങ്ങനെയുള്ളവരെ ദൈവം എടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന പർദീസ എന്നുള്ളത്. അപ്പോൾ പർദീസയുടെ ഭാഗത്തേക്ക് അന്ന് ഹിസ്കിയാന് പോകാൻ പറ്റിയില്ല. യേശുവിനോടുകൂടെ മരിച്ച പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം നടത്തിയപ്പോൾ അതിൽ ഒന്നാമനായിട്ട് ദൈവം അവിടേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അവനോട് വാക്കു പറഞ്ഞത് കർത്താവിനോട് മരിച്ച, മാനസാന്തരപ്പെട്ട, സിദ്ധത പ്രാപിച്ച വിശുദ്ധന്മാരിൽ ഒരുവനായി തീർന്ന ആ വ്യക്തിക്കായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പർദീസ എന്നുള്ളതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, സ്വർഗം എന്നുള്ളത് മനസ്സിലാക്കിയത് ഉള്ളതുകൊണ്ട് നമുക്കതിനെ മനസ്സിലായി, പർദീസ എന്ന് മനസ്സിലായപ്പോൾ ഇതിനെ നമ്മൾ പർദീസയിലെ ഒന്നാം സ്വർഗമെന്ന് നമ്മളതിന് പേരിടുകയാണ്. അപ്പം അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് രേഖപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ നമ്മളതിനെ വിശദീകരണമായിട്ട് നമ്മൾ നൽകും. അപ്പോൾ ഇതിനെ പർദീസയിലും 3 ഭാഗമുണ്ട് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിതിനെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പർദീസയിലെ ഒരു ഭാഗത്തേക്കാണ്. ഇപ്പോൾ ഏതായാലും ഇദ്ദേഹം പർദീസയിൽ എത്തിച്ചേർന്നു. പർദീസ എത്തിയപ്പോൾ അവരുടെ കൂടെ ചേരാനുള്ളവരാണ് പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരുടെ കൂടി ചേരാനുള്ളതാണ്. പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം വന്നതോടുകൂടിയാണ് കർത്താവ് ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി അവർക്ക് ദാനങ്ങൾ, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തെന്ന് പറയുമ്പോൾ, ഉയരത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ അവൻ സകലത്തിനും മീതെ കയറിയവനാകുന്നു, അതുകൊണ്ട് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നോ ഇല്ലയോ എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് കാരണം, യേശുക്രിസ്തു മരണ സമയത്ത് കർത്താവ് തൻ്റെ ജീവൻ മീതെയുള്ള പാതാളത്തിലേക്ക് പോയി അവിടെ ബദ്ധന്മാരായിരുന്ന നീതിമാന്മാരെയും അതുപോലെ തന്നെ അവിടെ ബദ്ധന്മാരായിരുന്ന സിദ്ധന്മാരായിരിക്കുന്ന ആത്മാ. അവിടെ ബദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചങ്ങലക്കിട്ട സ്ഥലമല്ല. അവിടുത്തെ ബദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും ഈ നരകത്തിലെയും അതുപോലെ തന്നെ ഈ പാതാളത്തിലേക്ക് ഉള്ള ബഹളങ്ങളും കാറിച്ചുകളും അസ്വസ്ഥതകളും ഇവർക്ക് കേൾക്കാമായിരുന്നു. അപ്പം അതൊരു സ്വസ്ഥതയ്ക്ക് ഭംഗം വരുന്നതാണ്. അതിനെയാണ് അവിടെ ബദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവർ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ
ധനവാനും ലാസറും തമ്മിലുള്ള ആ ഭാഗം പഠിച്ചു കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത്, പാതാളത്തിൽ യാതനാസ്ഥലത്ത് കടക്കുന്ന അവിടുത്തെ നിലവിളിയും കരച്ചിലും, ഓരോ മനുഷ്യൻ അവിടെ ചെന്ന് വീഴുമ്പോൾ അവൻ കൈകാലിട്ടടിക്കുന്നതും, അവൻ്റെ ആ അകത്തെ മനുഷ്യൻ ചെന്ന് ചേരുമ്പോഴുള്ള വേദനകളും നിരാശകളും കരച്ചിലുകളും എല്ലാം മീതെയുള്ളവർക്ക് കേൾക്കാമായിരുന്നു. ഞാൻ ആ ഭാഗമെടുത്ത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാകും. ഞാനിപ്പോൾ പറഞ്ഞത് അവർക്ക് കേൾക്കാൻ, അപ്പോൾ ഇവർക്ക് ഭംഗം വരും, ഇവിടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരും, അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, താഴെ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അബ്രഹാം പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ നിലവിളി നിന്നുപോകും, അവൻ മൗനത്തിലേക്ക് പോകും, അവനറിയാം മറുപടി കിട്ടുന്നില്ലെന്നുള്ളത്. അതാണ്. എന്നാൽ പുതുതായിട്ട് അവിടെ വീഴുമ്പോൾ അവരും ഇങ്ങനെ നിലവിളിക്കുക, അവരും നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയുക. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വളരെ ഭയത്തോടെ പറയട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അവസാനത്തെങ്കിൽ ഇതുപോലെ നിലവിളിക്കുന്ന യാതനാസ്ഥലത്തേക്കോ അല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന യാതന അനുഭവിക്കുന്ന നരകത്തിലേക്ക് പോകേണ്ടതായിരുന്നു. വരാൻ പോകുന്ന വലിയ ഭീതിയെക്കുറിച്ചുള്ള ഭയാനകമായിരിക്കുന്ന അഗ്നിപ്പൊയിലേക്ക് പോകണമെന്നുള്ള കഠിനമായിരിക്കുന്ന ഭീതിയോടുകൂടി അവിടെ എത്തേണ്ടവരായിരുന്നു. നമ്മുടെ മരണഭീതിയെ നീക്കി നമ്മെ ദൈവം സ്വതന്ത്രമാക്കി നിത്യജീവന്റെ വാഗ്ദത്തം തന്ന ദൈവജനം ദിവസങ്ങളിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, എന്നെ അതിൽ നിന്ന് വിടിവിച്ചനായ സ്തോത്രം. അല്ലെങ്കിൽ ചെന്ന് വീണ് കഴിയുമ്പോഴുള്ള വലിയ അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, വേദനകൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് അകന്നു കഴിയുമ്പോൾ അവർ ചെന്ന് ചേരുന്ന സ്ഥലത്ത് നിലവിളിയും കണ്ണുനീരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും ദുഃഖവും എല്ലാം ഉണ്ടാകുമ്പോൾ ഇവിടെ സുഖലോലുപരായി ലോകത്തെ എല്ലാം അനുഭവിച്ച് സന്തോഷത്തോടെ എന്ന് ജീവിച്ച് ഇതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ള സകല ദൈവിക വചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവർ ചെന്ന് വീഴുന്നത് ഈ പറയുന്ന യാതനാ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ചെന്ന് വീഴുന്നത്. വലിയ പാപം ചെയ്തവരാണെങ്കിൽ അവർ ചെന്ന് വീഴുന്നത് മരണമാകുന്ന അതികഠിനമായിരിക്കുന്ന യാതനാ സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ചെല്ലേണ്ടിരിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടിയാണ് ദൈവം സ്നേഹത്തോടെ ലോകത്തിന്റെ ആരംഭം മുതൽ മനുഷ്യനോട് സംസാരിച്ചത്. പുതിയ നിയമത്തിൽ ക്രിസ്തു മുഖാന്തരം അവരെ ഉദ്ധരിച്ചു. അവിടെ ഉണ്ടായിരുന്ന നീതിമാന്മാരായിരിക്കുന്ന സിദ്ധന്മാരായിരിക്കുന്ന ആത്മാക്കളെയും ഉദ്ധരിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. അവരെ പരദേശിലേക്ക് കയറി എന്ന് പറയാതെ ഉയരത്തിലേക്ക് കയറി എന്ന് പറയാൻ കാരണം, ഉയരത്തിലേക്ക് കയറിയപ്പോൾ ഒരു മരണാന്തര അവിടെ തുറക്കപ്പെട്ടു. അത് സമുദ്രത്തിന്റെ ഉള്ള ഒരു മരണാന്തര നിരയായിരുന്നു. അവിടേക്ക് നീതിമാന്മാരായിരിക്കുന്ന ജീവോസ്ത പേരുള്ളവരുടെ അവരെ ദൈവം അവിടെ ആക്കിയിട്ടാണ് ബാക്കിയുള്ള സിദ്ധന്മാരായവരെ കൊണ്ട് യേശു കർത്താവ് ഒന്നാമത്തെ പറുദീസിലേക്ക് പറുദീസയുടെ വാതിൽ തുറന്നു. അപ്പോൾ സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവൻ നിറവ് പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ദൈവം നിറയ്ക്കുന്നത്? അതുവരെയും പറുദീസിൽ ആരുമില്ലായിരുന്നു. സമുദ്രത്തിൽ നിന്ന് മരണാന്തര ആരും, നിത്യജീവനിൽ യഥാർത്ഥമായി വിടുതൽ പ്രാപിച്ചവരാരുമില്ലായിരുന്നു. മീതെയുള്ള പാതാളത്തിൽ അവർ അസ്വസ്ഥരായിട്ടിരിക്കുകയായിരുന്നു. സ്വസ്ഥതയുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അവരുടെ സ്വസ്ഥതയുണ്ട്, അവർക്കതൊന്നും അനുഭവിക്കേണ്ട. പക്ഷെ അവരുടെ പ്രിയപ്പെട്ടവരും മറ്റുള്ളവരും വന്ന് വീഴുന്നത് കാണുമ്പോൾ ഇവിടെ അവർക്ക് ബദ്ധന്മാരായിരുന്നു. അവർക്ക് ശരിക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവർക്ക് ദൈവത്തെ ശരിയായ രീതിയിൽ അവർക്ക് അവിടെ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം അവരെ ഉദ്ധരിച്ചുകൊണ്ട് പറുദീസയുടെ ഇമ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി. അതിനെയാണ് ബദ്ധന്മാരെ വിടുവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതല്ലാതെ അബ്രഹാമിനെ അവിടെ ബന്ധിച്ചു വെച്ചിരിക്കില്ലായിരുന്നു, യാക്കോബിനെ ബന്ധിച്ചു വെച്ചിരിക്കില്ലായിരുന്നു. അവർക്ക് അവിടെ സ്വസ്ഥതയോടിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവരെ അവിടുന്ന് വിടുവിച്ച് മീതെയുള്ള പാതാളത്തിന് അവരെ വിടുവിച്ചുകൊണ്ട് ഇമ്പങ്ങളുടെ പറുദീസിലേക്ക് കയറി എന്ന് പറയുമ്പോൾ പിന്നീട് അവിടെ സാത്താന്റെ ചില അപവാദങ്ങൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇങ്ങനെ വീഴുന്നവരുടെ അവരെ കണ്ടവർക്ക് അസ്വസ്ഥപ്പെടേണ്ട ഒരു കാര്യമില്ല. അവർക്ക് സ്വസ്ഥത അവിടെ ലഭിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരെ അവിടുന്ന് വിടുവിച്ചു. അതുവരെയും അവർ നീതിമാന്മാരായിരുന്നു, സിദ്ധന്മാരുടെ നിലവാരത്തിലുള്ളവരായിരുന്നു. പക്ഷേ അവർക്ക് അവിടുന്ന് ദൈവം അവരെ ഉദ്ധരിച്ചുകൊണ്ട് പാതാളത്തിന് അവരെ വിടുവിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ നിരകളിലേക്ക് നീതിമാന്മാരെയും അതുപോലെ അതിന് മീതെയുള്ള സ്ഥലങ്ങളിലേക്ക് പറുദീസയുടെ ഒന്നാം സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിച്ചു. അപ്പം പറുദീസയ്ക്ക് 3 സ്വർഗമുണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 12-ാം അധ്യായം 2 മുതൽ 5 വാക്യങ്ങളെ ആധാരമാക്കിയാണ്. 3-ാം സ്വർഗത്തിലേക്ക് പൗലോസ് മരണത്തോടുള്ള ബന്ധത്തിൽ അടുത്തപ്പോൾ അവനെ എടുക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് സഭയുടെ പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ മരണാനന്തരം അവർ എത്തിച്ചേരുന്ന സ്ഥലം
മൂന്നാമത്തെ പറുദീസയിലെ മൂന്നാം സ്വർഗമാകുന്നുവെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പറുദീസയുണ്ടെന്നുള്ളത് സത്യമാണ്. പറുദീസയിൽ മൂന്നാമത്തെ സ്വർഗമുണ്ടെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും ഉണ്ടെന്നുള്ളത് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു? എല്ലാവരും ഒരു നിരയിലല്ലാത്തത് കൊണ്ട്. അപ്പോൾ സമുദ്രത്തിലേക്ക് ആരെയാണ് കർത്താവ് പ്രവേശിപ്പിച്ചത്? നീതിമാന്മാരായിട്ടുള്ളവരെ, ജീവോസ്തിൽ പേരുള്ളവരെ. നമ്മളതിന് തെളിവിലേക്ക് പോകും. നമുക്ക് അന്ത്യന്യായവിധിയോട് ബന്ധത്തിൽ ഒടുക്കത്തെ നാൾ നടക്കുന്ന പുനരുത്ഥാനത്തിൽ ജീവവസ്തുത്തിൽ പേരുള്ളവരും ജീവവസ്തുത്തിൽ പേരില്ലാത്തവരെയുമാണ് അന്ന് ഈ വെള്ളസിംഹാസനം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. വെള്ളസിംഹാസനം മുമ്പാകെ ഒടുക്കത്തെ നാൾ നടക്കുന്ന പുനരുത്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ജീവവസ്തുത്തിൽ പേരുള്ളവരെയും ജീവവസ്തു പേരില്ലാത്തവരെയാണ്. അപ്പോൾ ജീവവസ്തു പേരുള്ളവർ ആരാണ്? സമുദ്രത്തിലുള്ളവരെയാണ്. സമുദ്രം തങ്ങളുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം ന്യായവിധി ഉണ്ടായി. ജീവവസ്തു പേരില്ലാത്ത ഏവനെയും നിത്യനരക തീപ്പൊയിലേക്ക് തള്ളിയിടും. അപ്പോൾ ജീവവസ്തു എന്ന മറ്റൊരു പുസ്തകം തുറന്നെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്. ഈ സമുദ്രത്തിൽ ഉള്ള മരണാനന്തര നിര എന്നുള്ളത് ജീവപുസ്തകത്തിൽ പേരുള്ള വിശുദ്ധന്മാരുടെ നീതിമാന്മാരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. ലോകാരംഭം മുതൽ ശിശുക്കളായി മരിച്ചവരോ അവരോട് തുല്യരായി അതുപോലുള്ള അവരോ ആരെങ്കിലും ലോകത്ത് നിന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ, ജീവപുസ്തകത്തിൽ ദൈവം പേര് മായ്ച്ചിട്ടില്ലെങ്കിൽ, അവരുടെ പേര് ദൈവം എഴുതിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെ എല്ലാം മരണാനന്തര നിര മീതെയുള്ള പാതാളത്തിൽ നീതിമാന്മാരുടെ നിരയിലായിരുന്നു. അവര് സിദ്ധന്മാരുടെ ആത്മാക്കളോടൊപ്പം അവർക്ക് സ്ഥാനമില്ലായിരുന്നു. അബ്രഹാമിന്റെ മടിയിലിരിപ്പാണ് യോഗ്യത അവർക്കില്ലായിരുന്നു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനോട് തുല്യനായിരുന്നില്ല ഇസ്മായിൽ. എന്നാൽ അവനും മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ എല്ലാവരും ഭൂമിയുടെ അധോഭാഗത്തുള്ള മീതെയുള്ള പാതാളത്തിലായിരുന്നു. അവിടേക്ക് ആദ്യമായി പ്രവേശിക്കപ്പെട്ടത് ആരാകുന്നു എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറുദീസ ഉണ്ടെന്നുള്ളതും മീതെയുള്ള പാതാളം ഉണ്ടെന്നുള്ളതും സമുദ്രമുണ്ടെന്നുള്ളതും ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ട് ഇനി നമുക്ക് അതിന് വചനത്തിന്റെ തെളിവ് ലഭിച്ചാൽ മതി. അപ്പോൾ മരണം മുഖാന്തരമായി ആദ്യമായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത് ഹാവേലാണ്. ഹാവേൽ എവിടേക്കാണ് എടുക്കപ്പെട്ടെന്നുള്ളത് ഒരിക്കലും ഉയരത്തിലേക്കല്ല എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തത നൽകുന്നു. ചിലർ പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെ മടി പറുദീസയാണെന്നും ഒക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അത് ശരിയായ വചനത്തിലുള്ളതല്ല. ചിലർക്ക് ഈ പാതാളം എന്ന് പറയുന്നത് പേടിയാണ്. പാതാളം എന്ന് പഠിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അവർ പറുദീസയ്ക്ക് ഭൂമിക്കടിയിൽ പറുദീസ ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഏദൻ തോട്ടം ഇറങ്ങിപ്പോയി ആ പറുദീസ അവിടെ ഉണ്ട്, അവിടേക്കാണ് പ്രവേശിപ്പിച്ചതെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഏദൻ തോട്ടം എന്നാ ഇറങ്ങിപ്പോയത്? ഏദൻ തോട്ടം എന്നാണ് അവിടേക്ക് ഇറങ്ങിപ്പോയത്? ഏദൻ തോട്ടം എവിടേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്തപ്പോഴവേ ഏദൻ തോട്ടം ഇറങ്ങിപ്പോയില്ല. ഹാവേൽ മരിക്കുമ്പോൾ ഏദൻ തോട്ടം ഇറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ചിലർ പഠിപ്പിക്കുക ഏദൻ തോട്ടമാണ് ഭൂമിക്കടിയിലെ പറുദീസ, അവിടേക്കാണ് നീതിവന്മാരായിട്ടുള്ളവർ പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ അതിന് എതിരെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, പാപം ചെയ്ത് അവരിറങ്ങിയപ്പോൾ അവിടെ വാളിന്റെ വായ്ത്തലയുമായി ദൈവം ഗരൂപുകൾ നിർത്തിയില്ലേ? അവിടെ ഉണ്ടായിരുന്നല്ലേ? ഏദൻ തോട്ടം ഇറങ്ങിപ്പോയില്ലല്ലോ. അതിനുശേഷമല്ലേ ഹാവേൽ മരിക്കുന്നത്? അപ്പോൾ അവിടെ അതുവരെ ഉണ്ടായിരുന്നല്ലോ. ഏദൻ തോട്ടം അവിടേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. ഏദൻ തോട്ടമല്ല, അങ്ങനെയുള്ള പറുദീസയിലേക്കല്ല നീതിമാന്മാരെ കൊണ്ടുവച്ചത്. അവരെ കൊണ്ടുപോയത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു പാതാളത്തിലേക്കാണ് ഇറങ്ങിപ്പോയെന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തത നൽകുന്നുണ്ട്. അത് ഞാനൊന്ന് പഠിപ്പിച്ച ശേഷമായി ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകും. കാരണം തെറ്റായിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട്. കാരണം ചിലർക്ക് പേടിയാണ്. പാതാളത്തിലേക്ക് അബ്രഹാം ഇറങ്ങിപ്പോയി, യാക്കോബ് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇസ്ഹാക്ക് ഇറങ്ങിപ്പോയി എന്ന് പഠിപ്പിക്കാൻ പേടിയാണ്. അതിനവർ കണ്ടുപിടിക്കുന്നതാണ് ഈ പറയുന്ന ഏദൻ തോട്ടം എന്ന പറുദീസ. അത് ഭൂമിയുടെ അടിയിലേക്ക് പോയി അവിടെയാണ് നീതിവാന്മാരുടെ ആത്മാക്കളെ വെച്ചത്. അങ്ങനെയല്ല. ഇത് ഏദൻ തോട്ടം ഇറങ്ങിപ്പോകുന്നത് പുരാതന ലോകത്ത് ജലപ്രളയം ഉണ്ടാകുന്ന സമയത്താണ് സകല വർഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഏദൻ തോട്ടം ആശ്വാസം പ്രാപിച്ചത്. അതോടുകൂടിയാണ് അത് ഇറങ്ങിപ്പോയെന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. നമ്മുടെ വിഷയം അതല്ലെങ്കിലും അങ്ങനെ തെറ്റായ ഒരു ചിന്ത വെക്കരുത്. അവർ പോയത് ഭൂമിയുടെ അധോഭാഗത്തേക്കാണ് പോയത്. അത് പോയത് പാതാളത്തിലേക്കാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത ഇന്ന് രാത്രി വെളിപ്പെടുത്തി. അത് മീതിയുള്ള പാതാളമാണെന്ന് നമ്മൾ തെളിയിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന
മരണാന്തരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പർദീസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നുകൂടി അതിനെ കാര്യമായ രീതിയിൽ ഈ മീതെയുള്ള പാതാളത്തെക്കുറിച്ച് പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു പോകണം. പക്ഷെ അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും, അതിന് തെളിവുണ്ട്. പക്ഷെ നിങ്ങളുടെ സംശയം മാറാൻ വേണ്ടിയിട്ട് ഞാനത് വായിക്കും, അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 4-11 വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. അപ്പോൾ എവിടേക്കാ പോയത്? ഇവന്റെ രക്തം ചൊരിയപ്പെട്ടത് ഭൂമിയിലാണ്. അപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ എന്ന് പറഞ്ഞാൽ ജീവൻ ഏറ്റുകൊള്ളുവാൻ വേണ്ടി, രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്, ഏറ്റുകൊള്ളുവാൻ വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. അപ്പോൾ ഇവര് ഇറങ്ങി ആദമും ഹവയും ലോകാരംഭത്തിൽ ജീവിതം ആരംഭിച്ചു. ഒന്നാമത്തെ ജഡമരണം സംഭവിക്കുമ്പോൾ വായ തുറന്ന ദേശം നീ വിട്ടു പോകണം. അപ്പോൾ ആദ്യമായി വായ തുറന്ന് ഇവന്റെ പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. അപ്പോൾ താഴേക്കാണ് തുറക്കപ്പെട്ടത്. വായ തുറന്ന ദേശം. ഇവിടെ ഒറ്റയ്ക്കല്ല ആത്മാക്കൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഹാബേൽ മരിക്കുമ്പോൾ തന്നെ അവന്റെ സംരക്ഷണത്തിന് വേണ്ടി, അവനെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി, അവന്റെ ആത്മാവിനെ കൊണ്ടിയാക്കാൻ വേണ്ടി അവിടെ ദൂതന്മാർ സജ്ജമായിരുന്നു. ഇന്ന് ഈ രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോഴും ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ആത്മാവ് ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. അവന്റെ ആത്മാവ് സഞ്ചരിക്കുന്നത് ദൂതന്മാരുടെ അകമ്പടിയോട് കൂടിയാണ്. ഒന്നുകിൽ അത് അവനെ എസ്കോർട്ട് ചെയ്ത് അവനെ സംരക്ഷണം കൊടുത്ത് നീതിമാന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ നിലയിലേക്ക് കൊണ്ടുപോകും. അതല്ല, പാപിയാണെങ്കിൽ, നരകത്തിലേക്ക് പോകേണ്ടതാണെങ്കിൽ, പാതാളത്തിലേക്ക് പോകേണ്ടതാണെങ്കിൽ അവനെയും എസ്കോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുവിടും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പോലീസുകാരുടെ സംരക്ഷണം കാണാമല്ലോ, VIP-കളെ സംരക്ഷിച്ചു കൊണ്ടുപോകും. അതേ പോലീസുകാർ തന്നെ എന്ത് ചെയ്യും? കുറ്റവാളിയും അവർ കൊണ്ടുപോകും, സംരക്ഷിച്ചാൽ കൊണ്ടുപോകുന്നത്. അവരും കൊണ്ടുപോകും, കൂട്ടത്തിൽ കൊണ്ടുപോവുകയാണ്. ഇവൻ കുറ്റവാളിയാണെങ്കിലും അവനെ കൊണ്ടുപോകും. ഇവർ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ദൂതന്മാരാണ് ഒരു മനുഷ്യന്റെ പ്രാണൻ വിട്ടു കഴിയുമ്പോൾ അവനെ കൊണ്ടുപോകുന്നത്. ദൂതന്മാരാണ്, ഒറ്റയ്ക്കല്ല മനുഷ്യാത്മാവ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി സേവകാത്മാക്കളായിരിക്കും ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പിരിയുമ്പോൾ ഭയപ്പെട്ടു പോകണ്ട, ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മളെ എന്ത് ചെയ്യും? ദൂതന്മാർ അകമ്പടി സേവിച്ച് നമ്മൾ എത്തേണ്ട മരണാനന്തരങ്ങളിലേക്ക് പോകും. അതിൻ്റെ തെളിവിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. ഒറ്റയ്ക്കല്ല ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഭയപ്പെട്ടു പോകേണ്ട. ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള പേടിയൊന്നും വെക്കണ്ട. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി നിന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ഭയമെല്ലാം മാറണം, എല്ലാവരും പേടി മാറണം. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരുളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു എന്നുള്ള ചിന്തയല്ല വേണ്ടത്. നാം കർത്താവിൽ മൃതന്മാരായി കഴിഞ്ഞാൽ, കർത്താവിൽ മരിച്ചു കഴിഞ്ഞാൽ, കർത്താവിൽ വിശ്വാസത്തിൽ മരിച്ചു കഴിഞ്ഞാൽ, നമ്മെ ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി കണ്ടു കഴിഞ്ഞാൽ, നീതിമാന്മാരുടെ നിലകളിലേക്കാണ് പോകുന്നെങ്കിൽ നമ്മെ സംരക്ഷണ ചെയ്തുകൊണ്ട് ദൂതന്മാർ നാം എത്തേണ്ട മരണാന്തരങ്ങളിൽ എത്തിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ ആദ്യമായി ലോകാരംഭത്തിൽ മരിച്ച ഹാബേൽ മരിച്ചപ്പോൾ ദൈവം പാതാളത്തിലേക്കുള്ള അധോഭാഗത്തേക്കുള്ള വാതിൽ തുറന്നു. ആ തുറന്നത് ഇന്ന് വരെ അടയപ്പെട്ടിട്ടില്ല. ഹാബേലിന്റെ ജീവനെ സ്വീകരിക്കാൻ വേണ്ടി തുറന്ന അധോഭാഗത്തിന്റെ വാതിൽ ദൈവം തുറന്നു. അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർക്ക് താഴേക്കും മുകളിലേക്കും സഞ്ചരിക്കാൻ കഴിയും. നമുക്കത് കാണാൻ സാധിക്കത്തില്ല. അപ്പം അതിന് തെളിവായി കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മുതലാണ്. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടുക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ഞാനിത് വായിക്കുമ്പോൾ പലപ്പോഴും എല്ലാവരെയും പഠിപ്പിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ജീവനോടുള്ള കൊതിയുള്ളവനായിരുന്നു. നമുക്കും ജീവന്റെ കൊതി വേണം കേട്ടോ. ചിലർക്ക് ചെറിയൊരു കാര്യം വന്നാൽ മതി, അപ്പോഴേ മരിക്കണം.
യോനെ പോലെയാ, ഏലിയാവിനെ പോലെയാ. എന്നാൽ ഈ കഥ പറഞ്ഞ പുതിയ നിയമത്തിൽ പറഞ്ഞ ഈ ഉപമയിൽ ഈ വ്യക്തിക്ക് വ്രണം നിറഞ്ഞു കിടക്കുക, നായ്ക്കൾ വന്ന് വ്രണം നക്കിയിട്ട് പോലും അവന് കഴിക്കാൻ ആഹാരമില്ലെങ്കിൽ പോലും അവൻ മേശയിൽ നിന്ന് വീഴുന്ന, അടിച്ചു പെറുക്കിക്കൊണ്ടിടുന്ന ആ അപ്പനുറുക്കുകൾ തിന്നവൻ ജീവിക്കുവാൻ. ദൈവം ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം കാണിക്കുന്നത്, ഉള്ളിൽ തന്നിരിക്കുന്ന ജീവൻ എത്ര കഷ്ടം നിറഞ്ഞതാണെങ്കിലും നാം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്, പ്രത്യാശയോടെ ജീവിക്കണം. നമുക്ക് എല്ലാം തികഞ്ഞവരായിരിക്കത്തില്ല. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം മരിക്കണമെന്ന് പറഞ്ഞവരല്ലേ. ഇനി എങ്ങനെ ഞാൻ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും, എങ്ങനെ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റും, എങ്ങനെ ഞാൻ ആയിത്തീരും, അയ്യോ അതുകൊണ്ട് അങ്ങനെ ഭവിക്കുമോ ഇങ്ങനെ ഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് വിഷമതകൾ നമ്മളെ അറ്റവരാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അത് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ പറയുന്ന ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഇപ്പം മരിച്ചാൽ നീ പോകേണ്ട മരണാനന്തര ഇത്രയേ ഉള്ളൂ. പക്ഷെ നീ കുറച്ചും കൂടി ഇവിടെ കഷ്ടം സഹിച്ച് നിൽക്കേണ്ടത് എനിക്ക് നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാ, നിന്നെ ഉയർത്താൻ വേണ്ടിയാ, തേജസ്സിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ നാം പലപ്പോഴും ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അത് നിരാകരിച്ച് കളഞ്ഞത്. അതുകൊണ്ടാണ് ദൈവമക്കൾ ഒരിക്കലും മരണത്തെ കൊതിക്കുന്നവരായിത്തീരാതെ ജീവന്റെ കൊതിയുള്ളവരായിരിക്കണം എന്ന കഥ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവനത് ഇത്രമാത്രമുള്ള ബുദ്ധിമുട്ട് ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന ഒരുപക്ഷെ കഥയാണെന്ന് എല്ലാവരും പറയും. അല്ല, ദൈവത്തിന് വേണ്ടി അങ്ങനെ നിൽക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? അവൻ്റെ വ്രണം നായ്ക്കൾ വന്നാക്കും, സംരക്ഷണമില്ല, ഭവനമില്ല, ആഹാരമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ. എന്നാൽ എങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ജീവന്റെ ഒരു നാളമുണ്ടായിരുന്നു, ജീവന്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അവന് മനസ്സായി, ഈ ജീവിതം ഇവിടെ നരകിച്ചാൽ ഞാൻ ജീവിക്കുന്നെങ്കിലും ഒരു സ്വസ്ഥത എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി എല്ലാവരും പറഞ്ഞാട്ടെ, ഒരിക്കലും ഒരു സ്വസ്ഥതയില്ലായിരിക്കാം, ഒരിക്കലും ഒരു സമാധാനം ലഭിക്കാൻ വന്നിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, ഞാൻ ജനിച്ചു വീണ അന്ന് മുതൽ എനിക്കെന്നും ഭാരങ്ങളും വേദനകളും വിഷമതകളുമാണല്ലോ ഉള്ളതെന്ന്. നല്ലത് രാത്രി ദൈവം നമ്മുടെ ചിന്തകളെ മാറ്റിയിടാൻ ദൈവം ആഗ്രഹിക്കുക. അത് ഇവിടം കൊണ്ട് അസ്തമിക്കും, ഇതെല്ലാം ഇവിടം കൊണ്ട് തീർന്നു പോകും. ഇവൻ മരിക്കുന്ന സമയമായപ്പോൾ അവൻ ആ ദരിദ്രൻ മരിച്ചപ്പോൾ 22-ാം വാക്യം, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കഥാഭൂമിയിലായിരുന്നപ്പോൾ ഇത് പറയുമ്പോൾ അങ്ങനെയുള്ള ആത്മാക്കളെ കൊണ്ടുപോകുന്നത് ദൂതന്മാരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യനെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സേവകാത്മാക്കളുണ്ട്. അതുപോലെ തന്നെ അവരെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുപോയി ആക്കിയത് അബ്രഹാമിന്റെ മടിയിലേക്ക്. അപ്പോൾ മനുഷ്യാത്മാവിന് ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സംശയം മാറണം. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പുറപ്പെടുന്നത്, നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി എസ്കോർട്ടിനുള്ള ആൾക്കാരുണ്ടെന്ന്. നമുക്കറിയാം, നമ്മൾ പുതിയ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമ്മളെ ആരെങ്കിലും ഒരാൾ സ്വീകരിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ. അവർക്ക് അവിടെ പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലേ, ഇപ്പം ഞാൻ ഒറീസയ്ക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും രാജ്യത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാനവിടെ ഒറ്റയ്ക്ക് ചെന്നിറങ്ങുന്നതും എന്നെ ആരെങ്കിലും സ്വീകരിക്കാനുള്ളതാണ് വ്യത്യാസമുണ്ട്. ആരെങ്കിലും ഒരാൾ സ്വീകരിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്കവിടെ ഒന്നും അറിയണ്ട, അവരെന്നെ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ഈ ഇവിടുന്ന് യാത്ര പിരിയുമ്പോൾ നീ പൈസ കരുതണ്ട, നീ യാതൊന്നും കരുതണ്ട, ജീവിച്ചാൽ മതി, കർത്താവിനെ സ്നേഹിച്ചാൽ മതി. സ്വർഗീയ ദൂതന്മാർ കാത്തു നിൽക്കുകയാണ് ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് വേണ്ടി. രാത്രി നാം എത്രമാത്രം ഭാഗ്യമുള്ളവരാണെന്നറിയാമോ? അതുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം. നിരാശയോടെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ജീവിതമേ, കണ്ണുനീർ ഒഴുക്കുന്ന ജീവിതമേ, ഹൃദയം തകർന്ന ജീവിതമേ, രാത്രി ദൈവാത്മാവ് സംസാരിക്കുക. നമ്മുടെ കണ്ണുനീർ മാറുവാൻ സമയമായി, നമ്മുടെ വേദനകൾ തീരുവാൻ സമയമായി. നമ്മുടെ അരുമനാഥൻ വരികയാണെങ്കിൽ നമ്മെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുത്തുകൊണ്ട് പൊയ്ക്കോളും. അതല്ല, നാം ഇവിടുന്ന് ജീവൻ പിടിയുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സംരക്ഷകരായിരിക്കും ദൈവദൂതന്മാരുണ്ട്. അവർ നമ്മെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തത നൽകുകയാണ്. ഇനി പാപം ചെയ്തവരാ മരിക്കുന്നെങ്കിൽ അവനെയും വെറുതെയല്ല കൊണ്ടുപോകുന്നത്, അവരെ എസ്കോർട്ട് ചെയ്ത് അവനെയും എന്ത് ചെയ്യും, കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളിൽ കൊണ്ട് തള്ളിയിടും.
പാതാളത്തിലേക്കാണെങ്കിൽ പാതാളത്തിലേക്ക് തള്ളിയിടും, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് തള്ളിയിടും. കാരണം അവിടെ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും അഗ്നി നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു ദിവസമുണ്ട്. അവരെ അവിടേക്ക് തള്ളിക്കളയുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ദൂതന്മാർ കൊണ്ടുപോകുന്നത് നമ്മെ ശ്രേഷ്ഠകരമായിരിക്കുന്ന മരണാന്തരകളിലേക്കാണെങ്കിൽ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നാം കാത്തിരിക്കുന്നത് അത് വലിയ പ്രതീക്ഷയുണ്ട് ഉള്ളവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ പറയണം, അത് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ഭാഗ്യം ലഭിച്ച് പാപം നീങ്ങി തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ അത്രയും ആ പ്രത്യാശയുടെ അത്രയും ഭാഗ്യമുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും ലോകത്തിലില്ല. ഇന്ന് സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപക്ഷെ കഷ്ടം നിറഞ്ഞതായിരിക്കാം. ഒരുപക്ഷെ പലരും നമ്മളെ അധിക്ഷേപിക്കാം, നമ്മളെ ആക്ഷേപിക്കാം, നമുക്ക് സ്ഥാനം നൽകിയിരിക്കാം. പക്ഷേ ഈ ദരിദ്രനായിരിക്കുന്നവനെ ആരും അവിടെ ഗവനിച്ചില്ല. പക്ഷേ സ്വർഗത്തിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടായിരുന്നു. രാത്രിയിൽ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയ കരുതൽ എത്ര വലുതാണെന്നറിയാമോ? അതുകൊണ്ട് ആരും ഭാരപ്പെട്ടു പോകണ്ട. ഇവിടെ നിന്റെ കൂടെ ആരും കാണത്തില്ല. പക്ഷേ അകത്തെ മനുഷ്യൻ ഈ ശരീരം വെടിഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കും. അവർ നമ്മളെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയണം, എനിക്ക് ഈ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളൂ. പക്ഷേ അതിനും എൻ്റെ ദൈവം വിശ്വസ്തന. എൻ്റെ കണ്ണുനീരൊപ്പാൻ, എൻ്റെ വേദന മാറ്റുവാൻ, എൻ്റെ നിരാശ മാറ്റുവാൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം. നമ്മുടെ വേദനകളെ മാറ്റും. നാം സമാധാനത്തോടെ ഇവിടുന്ന് യാത്ര പിരിയുകയുള്ളൂ. അതേ കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ദുഃഖത്തോടെ ആയിരിക്കുമോ എന്നൊക്കെ ഭാരപ്പെട്ടെങ്കിൽ അവരെ ദുഃഖത്തോടെ അല്ല അയച്ചത്, ആശ്വാസത്തോടെയാണ് ദൈവം അയച്ചെന്നുള്ളതും ദൈവത്തെ കാണാൻ സാധിക്കുന്നപ്പോൾ ഇവനെ ദൈവം കൊണ്ടുപോയത് അബ്രഹാമിന്റെ മടിയിലേക്കാണ് കൊണ്ടുപോയത്. ആരാ കൊണ്ടുപോയത്? ദൂതന്മാരാണ് കൊണ്ടുപോയെന്ന് ഇവിടെ രേഖപ്പെടുത്തി അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. ഇപ്പൊ ഇവിടെ പാതാളത്തിൽ എന്തുണ്ട്? യാതനയുണ്ട്. യാതനാ സ്ഥലം എന്നാ പറയുന്നത്. യാതനാ സ്ഥലം ഇത് അന്ന് നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ട്. അനേകർ മരിക്കുന്നു. കർത്താവിനറിയാം ആരൊക്കെ എവിടേക്കാ പോകുന്നുള്ളത്. ദൈവം ഇവിടെ ഭൂമ പറഞ്ഞെങ്കിലും യഥാർത്ഥ സംഭവം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. കർത്താവ് അന്ന് ഭൂമിയിലായിരുന്നു പറയുക, ഇപ്പോൾ മരിച്ച് ഒരുത്തം പോകുമ്പോൾ അവന്റെ ആത്മാവ് എവിടേക്കാ പോകുന്നതിന് കർത്താവിനറിയാം. ആത്മാക്കളുടെ ഉടയനറിയാം. അവൻ പറയാ, ദരിദ്രൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവ് പോയത് അബ്രഹാമിന്റെ മടിയിലേക്കാ. ധനവാൻ മരിച്ചപ്പോൾ പോയത് അവന്റെ ആത്മാവ് പോയത് പാതാളത്തിലേക്ക്, യാതനാ സ്ഥലത്തേക്കുമാകുന്നു. യഥാർത്ഥമായ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഒരിക്കലും കഥ പറയാനല്ല വന്നത്, കാര്യങ്ങളെ പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സന്ദേശം പറയുമ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇന്ന് അത് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നമുക്കാർക്കും കാണാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ജീവൻ അവിടുന്ന് വേർപിരിയുന്ന സമയത്ത് ദൂതന്മാർ വന്ന് അവരെ എസ്കോർട്ട് ചെയ്യും. പക്ഷെ പലരും പറയുന്നത് കാലൻ വന്ന് കൊണ്ടുപോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു രീതിയല്ല. അവിടെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവദൂതന്മാർ വന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വന്ന് കൊണ്ടുപോകുന്നത് സ്ഥലത്തിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാര് എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അകമ്പടി സേവിച്ച് സംരക്ഷണം ചെയ്ത് VIP കൊണ്ടുപോകും. അതുപോലെ തന്നെ അവർ തന്നെ എന്ത് ചെയ്യും? ചങ്ങല അണിയിച്ച് കൊണ്ടുപോകേണ്ടവനെ ജയിലിലേക്കും കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ അവനെ വിചാരണ തടവുവാനായിട്ട് അവിടെ കൊണ്ടുപോയിടും. ഇത് രണ്ടും ചെയ്യുന്ന ദൂതന്മാരാ. ഇവിടെ ഒന്നും ദുഷ്ടദൂതന്മാർക്കൊരു പങ്കുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കൈക്കീഴിലാണ് സകല ആത്മാക്കൾ. അതുകൊണ്ട് പറയുന്ന സകല ജഡവും സകല ആത്മാക്കളും സകലരും ദൈവത്തെങ്കിലേക്ക് പോകുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ അധികാരത്തിലേക്ക് പോകുന്നെന്നാണ്. അല്ലാതെ എല്ലാ ജീവനും മരിച്ചു കഴിയുമ്പോൾ ദുഷ്ടന്റെയും നല്ലവന്റെ എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് പോകുന്നതല്ല എൻ്റെ അർത്ഥം. നല്ലവരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ പക്കലേക്ക് പോകുമ്പോൾ ദുഷ്ടന്റെ ആത്മാവ് പോകുന്നതും ദൈവത്തിന്റെ കൈക്കീഴിലാണ്. ദൈവമാണ് അവനെ അവിടേക്ക് വിടുന്നത്. അപ്പോൾ സകല ആത്മാക്കളും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇതിനകത്ത് സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ ദൂതന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് ദൈവദൂതന്മാരാണ്.
ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, വിശുദ്ധന്മാരാണെങ്കിൽ അവരുടെ നിരകളിലേക്ക് അവരെ കൊണ്ടുപോകും, അശുദ്ധന്മാരാണെങ്കിൽ അവരെ കൊണ്ടുപോയി സ്ഥലത്ത് അവരെ തള്ളിക്കളയും. ഇതിനകത്ത് ദുഷ്ടദൂതന്മാർക്കില്ല. ദുഷ്ടദൂതന്മാർ വഞ്ചിക്കുന്ന ജീവിതകാലത്താ, ഭൂതാത്മാക്കൾ വഞ്ചിക്കുന്ന ജീവകാലത്താണ്, സാത്താൻ വഞ്ചിക്കുന്നത് ജീവകാലത്താ. വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇരുളിലേക്കാ പോകുന്നെങ്കിൽ പിന്നെ അവന്റെ കിരാതമായിരിക്കുന്ന ആ ആ പാതാള അല്ലെങ്കിൽ നരകത്തോടുള്ള ബന്ധത്തിൽ നിത്യതയിലേക്ക് അവൻ്റെ കൂടെ പോകേണ്ടി വരും. എന്നാൽ അവിടേക്ക് നിറയപ്പെടാതിരിക്കാൻ വേണ്ടി, അതിനെ ശൂന്യമാക്കാൻ വേണ്ടി, അവിടുന്ന് ആൾക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടി മനുഷ്യൻ സകലരും പാപികളായി തീർന്നപ്പോൾ നിറയ്ക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന ഒരുവന്റെ പേരുണ്ട്, നസനായിരിക്കുന്ന ക്രിസ്തു. അവന്റെ ജീവൻ ശൂന്യമാക്കപ്പെട്ടത്, അവന്റെ ജീവൻ നമുക്ക് വേണ്ടി ഒഴുകിത്തന്നത്, അവന്റെ അവസാന തുള്ളി വരെ കാൽവറിയിൽ നിന്ന് ഒഴുകപ്പെട്ടത് നമ്മെ ആ നിരകളെ നിറച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന കർത്താവ് അന്ന് അവിടെ പറഞ്ഞപ്പോൾ കർത്താവ് പറയുക, ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാ സംഭവിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രത്യാശയുള്ളവൻ അവൻ കഷ്ടം സഹിച്ച് ജീവന്റെ പ്രത്യാശയോടെ ജീവിച്ച് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്ന ദൂതന്മാരാ. ഇവിടെ ജീവിക്കാൻ വേണ്ടി കൊതിയോടുകൂടെ അല്ലെങ്കിൽ അടിച്ച് എല്ലാം കിട്ടി സന്തോഷമായിട്ട് സമാധാനമായിട്ട് നാളെക്കുറിച്ചുള്ള ഭാവി ജീവിതത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാതെ സുഖിയനായിട്ട് ജീവിച്ച ധനവാനെ കുറിച്ച് പറയുകയാണ്. അവനും മരിച്ചു, അടക്കപ്പെട്ടു. മറ്റവന്റെ ശരീരം അടക്കപ്പെട്ടു എന്നറിയത്തില്ല. ഒരുപക്ഷെ നായ്ക്കൾ വലിച്ചു കീറി തിന്ന് കാണും. ജീവനോടിരുന്നപ്പോൾ അവന്റെ രോണം നക്കിയെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീതിയിൽ ഒരുപക്ഷെ ആരും നോക്കാതെ ആ ദരിദ്രന്റെ ശരീരം കിടന്ന് കാണാം. അത് വേണമെങ്കിൽ ഭക്ഷിച്ച് കാണാം. പട്ടികൾ, നായ്ക്കൾ വേണമെങ്കിൽ അതിനെ കീഴ്ത്തിന്ന് കാണുമായിരിക്കും. പക്ഷേ അവന്റെ ശരീരത്തെ പിച്ചു ചിന്താനേ കഴിയത്തുള്ളൂ. അവന്റെ അകത്തുണ്ടായിരുന്ന അകത്തെ മനുഷ്യനെ സ്പർശിക്കുവാൻ ഒരു നായ്ക്കൾക്കും കഴിയത്തില്ല. എന്നാൽ മറ്റവൻ മരിച്ചപ്പോൾ എല്ലാ രാജകീയമായിരിക്കുന്ന ശവമടക്കം നടത്തി അവനെ വേണ്ടി എല്ലാവരും അനുശോചനം അറിയിച്ചു. പേപ്പറിന്റെ പ്രധാന ഭാഗത്ത് വന്നു കാണുമായിരിക്കും. ഞാൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പലരുടെയും പേരുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രത്യക്ഷപ്പെടാതെ എത്രയോ പേര് ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നുണ്ട്. ചുരുക്കം പേരുടെ പേരുകൾ മാത്രമേ പേപ്പറുകളിൽ നിര്യാതരായെന്ന കോളത്തിൽ വരാറുള്ളൂ. ചിലരുടെ പേരുകൾ ഫ്രണ്ട് പേജിൽ വരും, അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വരും. കാരണം അവരുടെ സമൂഹത്തിന്റെ സ്ഥാനമനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ അവർ മാറ്റപ്പെടുമ്പോൾ വരുന്നത്. അത് സമൂഹം കൊടുക്കുന്ന പേരും കാര്യങ്ങളൊക്കെ അത് വേണം, അത് ആർക്കും ഉണ്ടാകട്ടെ, അതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഇതൊന്നും അറിയപ്പെടാതെ എത്രയോ പേര് മരിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം ഓരോരുത്തരുടെ സ്ഥാനം, സമൂഹം ഓരോരുത്തർ കൊടുത്തിരിക്കുന്ന സ്ഥാനം, അവരുടെ നിര്യാതരായി കഴിയുമ്പോൾ അവരുടെ എവിടെയാണ് അവരെ പബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ഉന്നതരാണെങ്കിൽ ഫ്രണ്ട് പേജിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ലോകപരമായിട്ടുള്ള കാര്യം, അത് വേണം, അത് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ വന്നതുകൊണ്ട് നരകത്തിൽ പോകുന്നതല്ല. ഞാൻ പറഞ്ഞത് ദൈവത്തെ കൂടാതെ ജീവിച്ചെങ്കിൽ ഫ്രണ്ട് പേജിൽ പരസ്യം വന്നാലും ടി വിക്കകത്ത് മുഴുവൻ സമയം പരസ്യം വന്നാലും ദൈവമായിട്ട് ബന്ധമില്ലാതെ മരിച്ചെങ്കിൽ അത് യാതനാ സ്ഥലത്തേക്കോ നരകത്തിലേക്ക് പോവുകയുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ആരും അറിഞ്ഞില്ലെങ്കിലും ഈ ദരിദ്രനെ പോലെ അവൻ മരിച്ച് അവൻ്റെ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ്റെ വ്രണം നക്കിക്കൊണ്ടിരുന്ന നായ്ക്കൾ അവനെ കടിച്ചു പറിച്ച് തിന്നു കഴിഞ്ഞാലും അവൻ്റെ അകത്തെ മനുഷ്യനെ ദൈവം ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി അവനെ അബ്രഹാമിന്റെ മടിയിൽ ആശ്വാസം വേണ്ടി കൊണ്ടുപോകേണ്ടി എത്തുന്നു. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തേക്ക് വെച്ച് പറയുമ്പോൾ നമ്മൾ അപ്പം ചോദിക്കും, നല്ലൊരു സംസ്കാരം കിട്ടാതെ അടക്കപ്പെട്ടാൽ പിണ്ടം അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, സൂര്യനെ കാണാതെ പോയ മാംസപിണ്ഡം പോലെ ആയിത്തീരുമെന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഇപ്പം നല്ലൊരു സംസ്കാരത്തെക്കുറിച്ച് ക്രിസ്തുവിനുള്ള ബന്ധത്തിലാണ് പറയുന്നത്. കർത്താവിന് വേണ്ടതായിട്ടുള്ള സംസ്കാര ശുശ്രൂഷ കിട്ടി, അവനെ അങ്ങനെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞ മനുഷ്യനുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപക്ഷെ സംസ്കാരം ലഭിക്കുമോ, അത് എന്താണോ എങ്ങനെയാ തീരുമോ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. അത് ദൈവം തരും. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചവരെ കൊണ്ടുപോകും. ഇവിടെ ലോകപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ലഭിച്ച ഇദ്ദേഹത്തിന് അടക്കപ്പെട്ടു. ഇവനെയും കൊണ്ടുപോയി തള്ളിയത് യാതനാ സ്ഥലത്തേക്ക് ദൂതന്മാരെ കൊണ്ട് തള്ളിയിട്ടു. അവിടേക്ക് ചെന്ന് വീണ് കഴിഞ്ഞപ്പോൾ അവൻ കൈയും കാലിയോട്ട് അടിക്കാൻ തുടങ്ങി. അവൻ അവിടെ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഈ ശരീരം വിട്ട് കഴിയുമ്പോൾ, ഈ നിത്യതയുടെ ശരീരം പ്രാപിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് ചിന്താമണ്ഡലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് പണ്ട് കണ്ട സ്ഥലങ്ങളെ ചിന്തിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ജലത്തിലായതുകൊണ്ട്
നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വരുന്നില്ല. എന്നുവെച്ചാൽ ഇണം വിട്ട് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ ഈ പറയുന്ന അകത്തെ മനുഷ്യനാണ് സജീവമായിത്തീരുന്നത്. അപ്പോൾ അവന് ഇത് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, വിശപ്പുണ്ട്, ദാഹമുണ്ട് എന്നൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേലോട്ട് നോക്കി, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തീജ്വാലയാ, ഒരിക്കലും അഗ്നിനരകമല്ല. നമുക്കറിയാം, ചൂള കത്തുന്ന സ്ഥലത്ത്, വലിയ തീയുള്ള സ്ഥലത്ത് നിന്ന്, അത് കത്തുന്ന സ്ഥലത്ത് നിന്ന് എത്രയോ ദൂരം വരെ ജ്വാല വരും അല്ലേ? നിങ്ങൾ നമുക്കറിയാം, ഒരു സ്റ്റൗ കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ജ്വാല അതിനൊരു പ്രത്യേക സ്ഥലം മതി. എത്രമാത്രം നമ്മൾ അതിൻ്റെ വോളിയം അതിൻ്റെ കൂട്ടി വയ്ക്കുന്നുവോ ആ ജ്വാല ഉയർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് യഥാർത്ഥമായ തീയുടെ ഒരു ഉത്ഭവമല്ല. അപ്പോൾ വലിയ തീജ്വാല, നമുക്കറിയാം, ശദ്രക് മേശക് അബേദ്നെഗോവിനെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി അവിടെ 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ടുപോയ ആൾക്കാരെ തീജ്വാല ദഹിപ്പിച്ചെന്നാണ് പറഞ്ഞത്. കാരണം ഇത് കത്തി ആളിപ്പിടിക്കുകയാണ്. ഇവിടെ അഗ്നിനരകത്തു നിന്നുള്ള തീയുടെ ജ്വാലയാണ് എവിടം വരെയുള്ളത്? യാതനാ സ്ഥലത്തുള്ളത്. അവിടം വരെ ദൈവനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തേക്ക് വിചാരിച്ചിരുന്നത് ഇതിനെ ഒരു വാക്യമായിട്ടുള്ള സ്ഥലമായിട്ടിട്ടിരിക്കുന്നതാണ്. പക്ഷെ അതങ്ങനെ ആണെങ്കിൽ ശബ്ദം അവിടെ കേൾക്കാൻ കഴിയത്തില്ല. വാക്യത്തിലൂടെ ഒരിക്കലും ശബ്ദം സഞ്ചരിക്കത്തില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ഇവിടെ ദൈവം പറയുന്നത് ഒരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്ന പറയുന്നത്. അപ്പോൾ അവിടെ ശൂന്യമാരിക്ക് നേരില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ അധോ ഭാഗത്ത് ഇത് വാക്യമായി വെച്ചിരുന്നെങ്കിൽ അവിടേക്ക് ശബ്ദം പോകത്തില്ല. പക്ഷെ ഇതിൻ്റെ അർത്ഥം ഈ തീയുടെ ജ്വാല അധമപാതാളം വരെ എത്തുകയുള്ളൂ. അതിന് മീതേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ദൈവം വെച്ചിട്ടുണ്ട്, ദൂരം വെച്ചിട്ടുണ്ട്. അപ്പം ദൂരം ഉണ്ടെങ്കിലും ഈ ആത്മാക്കളുടെ ശബ്ദത്തിന് അത് എവിടെ വരെയും എത്താൻ സാധിക്കും. ആത്മാക്കളുടെ ശബ്ദത്തിന് നമുക്കറിയാം, യാഗപീഠത്തിൻ്റെ കീഴിൽ കിടക്കുന്ന ആത്മാക്കൾ അവര് നിലവിളിക്കുമ്പോൾ അത് സ്വർഗത്തിലെത്തി എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലെത്തി. അപ്പോൾ ആത്മാക്കളുടെ നിലവിളി പോകാനുള്ള വഴിയുണ്ട്. അത് അവർക്ക് പല സ്ഥലങ്ങളെയും കാണാനായിട്ട് സാധിക്കും. അവർ കാണേണ്ട സ്ഥലങ്ങളെ കണ്ടപ്പോൾ ഈ മീതെയുള്ള പാതാളത്തിൽ ഇരിക്കുന്ന അബ്രഹാമിൻ്റെ മടിയിലുള്ളവരെയൊക്കെ കാണാനായിട്ട് അധമപാതാളത്തിൽ കിടക്കുന്ന യാതന അനുഭവിക്കുന്നതിനെ കാണാൻ കഴിയും. അവൻ സംസാരിക്കാനും ഇടയാത്തും, അവൻ്റെ ശബ്ദം കേൾക്കാനും തിരിച്ച് സംസാരിക്കാനും. പക്ഷേ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ കഴിയാത്ത വലിയൊരു പിളർപ്പുണ്ട്. അത് ദൈവത്താൽ സ്ഥാപിതമാണ്. അപ്പം അത് മറികടക്കാൻ ആർക്കും കഴിയത്തില്ല എന്ന് അബ്രഹാം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അബ്രഹാം പറയാണ്, അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അപ്പോൾ മരണാനന്തരം ആശ്വസിക്കുന്ന സ്ഥലമായിരുന്നു ഈ പറയുന്ന അബ്രഹാമിൻ്റെ മടി. ആശ്വാസം, അതാണ് മടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മടിയിലിരുത്തുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അതിന് ഒരു ആശ്വാസത്തിൻ്റെ സ്ഥലം എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ഇവിടുന്ന് മരിച്ചു പോകുന്ന എല്ലാ വിശുദ്ധന്മാരായിരിക്കുന്ന സിദ്ധന്മാരെയും അബ്രഹാമിൻ്റെ മടിയിൽ കയറ്റിയിരുത്തി എന്നല്ല എൻ്റെ അർത്ഥം. ആശ്വസിപ്പിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാം വിശ്വാസിയുടെ പിതാവാണ്. അപ്പോൾ വിശ്വാസിയുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിലൂടെ എത്തുന്ന, അല്ലെങ്കിൽ അവനെ പോലുള്ളവരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്നവർക്ക് ആശ്വാസമുണ്ട്. അതിനാണ് മടിയിൽ, ഞാൻ നിന്നെ മടിയിലിരുത്തി ലാളിക്കും, ആശ്വസിപ്പിക്കും. അമ്മ മക്കളെ മടിയിലിരുത്തിയ ലാളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വിശ്വാസിയുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നത് ആശ്വാസസ്ഥലമാണ്. അവിടെ എത്തുന്നെങ്കിൽ മടിയിലിരുത്തുന്ന അനുഭവമുണ്ട്. എന്നാൽ അവിടുന്ന് തള്ളപ്പെട്ടു പോവുകയാണെങ്കിൽ, തള്ളപ്പെട്ട് കഴിഞ്ഞാൽ യാതനാ സ്ഥലത്ത് ജാലയിൽ കിടക്കേണ്ടി വരുമെന്ന് പറയുന്നത്. രാത്രി ഏതാണ് ആവശ്യമായിരിക്കുന്നത്? നമുക്ക് ഇതിനേക്കാൾ എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ് തന്നിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ആശ്വാസമായിരുന്നു അന്ന് അവിടെ മീതെയുള്ള പാതാളത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തരുന്ന നാഥനും പൂർത്തി വരുത്തുന്ന കർത്താവ്, വിശ്വാസനായനും പൂർത്തി വരുന്ന കർത്താവ് വിശ്വസിച്ച് മുഖാന്തരമായി നാം അബ്രഹാമിൻ്റെ മടിയിലെ ആശ്വാസമല്ല പ്രാപിക്കുന്നത്, പർദീസയുടെ ഇമ്പങ്ങളിലെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ആശ്വാസം, സ്വസ്ഥത, സമാധാനം, ദൈവം തന്നിരിക്കുന്ന സമാധാനം പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കർത്താവ് എന്ന ഭൂമിയിലായിരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന അത് വളരെ വ്യക്തമായ കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴും ആത്മാക്കൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന് ദൂതന്മാർ കൊണ്ട് തള്ളുന്നുണ്ട്.
ഇപ്പൊ ലോകത്തിൽ ആരെല്ലാം മരിക്കുന്നുവോ, ഏതെല്ലാം നിലകളിലേക്ക് പോകുന്നുവോ എന്നുള്ളത് ദൈവമാണ് അവസാനമായി രേഖപ്പെടുത്തുന്നത്. നിത്യജീവന യോഗ്യതയുള്ളവരാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ കർത്താവിന്റെ മരണത്തിന് മുമ്പാണെങ്കിൽ അവിടെ പോയത് മീതെയുള്ള പാതാളത്തിലേക്കായിരുന്നു. അവിടെയാണ് എത്തിയിരുന്നത്. സിദ്ധന്മാരായിരിക്കുന്ന ആത്മാക്കൾ എത്തിച്ചേർന്നത് അബ്രഹാമിന്റെ മടിയിലായിരുന്നു. അവർക്ക് ആ സ്ഥാനമുണ്ടായിരുന്നു. രണ്ടു കൂട്ടർ അവിടെ എത്തിയിരുന്നത്. പക്ഷേ എന്നാൽ പാപം ചെയ്ത വ്യക്തിയായിരിക്കുന്ന ലാസർ മരിച്ചപ്പോൾ, പാപം ചെയ്ത ധനവാൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്കാണ് ചെന്ന് വീണത്. അവിടെ എത്തിയപ്പോൾ നീയോ വേദന അനുഭവിക്കുന്നു, അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ ഒന്നും കാര്യത്തിൽ നടക്കും. നീ ഇപ്പം അബ്രഹാം പിതാവ് എന്ന് വിളിച്ചാലും അവിടെ കിടന്നുകൊണ്ട് ആഹാരി കിടന്ന് ഇത് കണ്ടുകൊണ്ട് നിലവിളിച്ച അന്നത്തെ സമയത്തെ കാര്യമാണ് കർത്താവ് പറയുന്നത്. ഇപ്പോൾ അത് സാധിക്കത്തില്ല. അപ്പം അന്ന് അങ്ങനെ നിലവിളിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു. ഇവരും ബദ്ധന്മാരായിരുന്നു. അവർക്ക് പൂർണ്ണമായിരിക്കുന്ന വിടുതൽ കിട്ടിയില്ല. അവർ പാതാളത്തിലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഈ യാതന അവർക്ക് ആരെയും നോക്കി നിലവിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മൗനതയിലേക്ക് വേഗത്തിൽ പോകുന്നത്. എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അത് നടന്ന കാര്യമാണ്, ഇല്ലാത്ത കാര്യമല്ല. കഥ പറഞ്ഞു, ആത്മാക്കളോടെ ഇവൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ മാറ്റമില്ല. രാത്രിയിൽ മാറ്റം നമ്മുടെ ജീവിതത്തിന്റെ സമയത്താണ്. മരണാനന്തരം ഒരു ജീവിതത്തിന് മാറ്റം ആഗ്രഹിച്ചാൽ മാനസാന്തരപ്പെടാൻ സാധ്യതയില്ല, ഒരിക്കലും ഒരു വഴിയില്ല. നമുക്ക് ലഭിക്കുന്ന പദവിയിൽ നിന്ന് മാറ്റം വരുത്തില്ല. ദൈവം ഏതാണോ നമ്മളെ അവസാനമായി നമുക്ക് പേർ ചാർത്തുന്നത്, എവിടെയാണോ അവൻ പേരെഴുതുന്നത്, അത് ജീവവസ്ത്രത്തിലാണെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം ഇപ്പോൾ നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ, കർത്താവ് ബദ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് കരേറിയപ്പോൾ നീതിമാന്മാരായിട്ടുള്ളവരെ സമുദ്രത്തിൽ വെച്ചതുകൊണ്ട് സമുദ്രത്തിലേക്കുള്ള പാസായിരിക്കും ദൈവം നമുക്ക് നൽകുന്നത്. അല്ല, പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ പാതാളത്തിൽ പെടുന്ന യാതന അനുഭവിക്കുന്ന പേരിലായിരിക്കും, പുസ്തകത്തിലായിരിക്കും പേര് രേഖപ്പെടുത്തുന്നത്. പേരുകൾ എഴുതുന്നതോടുകൂടെ സകല പാപപ്രവർത്തികളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ഓരോരുത്തരും അതിൻ്റെ അനുസരിച്ചാണ് ഒടുക്കത്തെ നാളിൽ ന്യായവിധിക്ക് വേണ്ടി വെള്ളശ്വാസം വരേണ്ടത്. വളരെ കഠിനമായ പാപം ചെയ്തിട്ട് വിശ്വാസത്തിൽ വന്നിട്ട് പാപം ചെയ്ത ദൂതന്മാർക്ക് തുല്യമായി പാപം ചെയ്തു കഴിഞ്ഞാൽ അവർ നഷ്ടപ്പെട്ടു പോകുന്നത് നരകത്തിലേക്കായിരിക്കും തള്ളിക്കളയുന്നത്. അതേ, യൂദ തള്ളപ്പെട്ടത് നരകത്തിലേക്കാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ അവൻ ആത്മഹത്യ ചെയ്തു, കെട്ടിയാന്ന് ചത്തു. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ ആത്മാവ് എത്തിച്ചേർന്നത് നരകത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ആദ്യമായി നരകത്തിലേക്ക് പോകാൻ ഉള്ള ആ ദുർഗതി വന്നത് സ്വന്തം സഹോദരനെ കൊന്ന കയ്യനാകുന്നു. ദൈവം അവനോട് സംസാരിച്ചിട്ടും അവനെ അവഗണിച്ചു കളഞ്ഞതുകൊണ്ട് ഒന്നാമതായി നരകാഗ്നിയുടെ വിധിക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി ശാപഗ്രസ്തനായി പോകുവാൻ ദൈവം കൽപ്പിച്ചവന് മാനസാന്തരമില്ലാതെ മടങ്ങിവരവില്ലാതെ അവൻ മാതാപിതാക്കളെല്ലാം വിട്ട് വളരെ ദൂരത്തേക്ക് പോയി അവൻ്റെ തലമുറ ദൈവത്തെ അറിയാത്ത തലമുറയായി മാറിയെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ അതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ പുതിയ നിയമത്തിന്റെ സ്ഥാപനം മുതൽ പുതിയ നിയമസഭയുടെ സ്ഥാപനം വരെ പരദീസിലെ ഒന്നാം സ്വർഗം ഉണ്ടായിരുന്നുള്ളതും അത് സമുദ്രം ഉണ്ടായിരുന്നുള്ളതും അധോപാതാളം നരകമുള്ളതിനെ കുറിച്ച് രാത്രിയിൽ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. പുതിയ നിയമസഭയുടെ സ്ഥാപനം മുതൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കും. അതിനുശേഷമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ ഓരോന്നും നാം ചിന്തിക്കുന്ന പുതിയ നിയമ സ്ഥാപനം മുതൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠ വരെ ഉണ്ടായിരിക്കുന്നത് മൂന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, ഒന്നാം സ്വർഗം, സമുദ്രം, അധോപാതാളം എന്നറിയപ്പോൾ 6 മരണാനന്തരങ്ങളുണ്ട്. അപ്പോൾ പ്രസന്റ് സ്ഥിതിയിൽ ഇന്നത്തെ നിലവാരത്തിൽ 6 മരണാന്തരങ്ങളാണുള്ളത്. മൂന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ യോഗ്യതയുള്ള പൗലോസിനെ പോലുള്ള തകവ് പ്രാപിക്കുന്ന കർത്താവിലേക്ക് രൂപാന്തരപ്പെടാൻ ഭാഗ്യമുള്ള 100 മേനി തികയുന്നവരാണ്. രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന 60 മേനിക്ക് യോഗ്യരാകുന്ന വിശുദ്ധ നഗരത്തുല്യമാകുന്നവരാണ് രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അവരെ കുറിച്ച് 45-ാം സംഘത്തിൽ പറഞ്ഞിരിക്കുന്ന
രാജ്ഞിയോട് കൂടെ കൊണ്ടുവരുന്ന കന്യകമാർ വാഴ്ത്തപ്പെടുന്നവരാണ്. ഒന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന പഴയ നിമിത്തത്തിൽ സിദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരാണ്. പഴയ നിമിത്ത സിദ്ധന്മാരുടെ ആത്മാക്കൾ ഒന്നാം സ്വർഗത്തിലേക്കും പുതിയ നിമിത്തത്തിൽ സിദ്ധന്മാരായിരിക്കുന്ന ആത്മാക്കൾ രണ്ടാം സ്വർഗത്തിലേക്കും പ്രവേശിക്കപ്പെടുമ്പോൾ നിർമ്മലകന്യയാകുന്ന അതിശ്രേഷ്ഠമായ പദവിയിലെത്താനുള്ളവർ എത്തപ്പെടുന്ന പർദീസയുടെ മൂന്നാം സ്വർഗത്തിൽ. ഇപ്പോൾ പർദീസയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. പഴയ നിയമ സിദ്ധന്മാർ ഒന്നാം സ്വർഗത്തിലേക്കും പുതിയ നിയമത്തിന്റെ സിദ്ധന്മാർ രണ്ടാം സ്വർഗത്തിലേക്കും പ്രവേശിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ അതിശ്രേഷ്ഠമായ നിലവാരത്തിലുള്ളവർ എത്തിച്ചേരുന്നത് മൂന്നാം സ്വർഗത്തിലേക്കാണ്. അപ്പോൾ നിത്യജീവന യോഗ്യതയുള്ളവർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും അവർ എത്തിച്ചേരുന്ന ഇപ്പോൾ സമുദ്രത്തിലെ മണ്ണാന്തരയിലേക്കാണ്. പാപികൾ മതമപാതാളത്തിലേക്കും, കഠിനഭാവം ചെയ്യുന്നവർ വിശ്വാസം ത്യജിച്ച് യേശുവിന്റെ രക്തത്തെ മലിനമെന്ന് ചവിട്ടിക്കളഞ്ഞ് വിശ്വാസം ത്യജിച്ചു പോകുന്നവർ എത്തിച്ചേരുന്നത് നരകത്തിലേക്കാണ്. പാപം ചെയ്ത ദൂതർക്ക് തുല്യരാണ്. ആദ്യമായി നരകത്തിന്റെ വിധിക്ക് ശാപഗ്രസ്തനായി തീർന്നത് കയീനാകുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത് നരകവിധിക്ക് യോഗ്യനായി അവൻ ദുർഗതി പോയി പണിയെത്തുന്നു. ഇതിരാത്രിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. ശ്രേഷ്ഠമേറിയ പദവി എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കണം. നാം ഒരിക്കലും വിശ്വാസം ത്യജിച്ചു കളഞ്ഞ് ദുർഗതി വരുവാൻ, അതേ ദൈവത്തിൽ നകന്നു കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവഗണിച്ച് കളയാതെ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന അത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത മുതൽ എതിർക്രിസ്തു ഭരണാരംഭം വരെ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷയിൽ ആദ്യമായി നിറവ് പ്രാപിക്കുന്നത് മൂന്നാമത്തെ സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ നിറവ് പ്രാപിക്കുമ്പോൾ അതോട് അനുബന്ധമായി ഇവിടെ രൂപാന്തരപ്പെടാനുള്ളവരെയും ഇന്ന് മരിച്ചാൽ മൂന്നാം സ്വർഗത്തിൽ എത്തുവാനുള്ള യോഗ്യതയുള്ളവരെയും ആണ് കർത്താവിന്റെ രൂപാന്തരവും പുനരുത്ഥാനം ഉണ്ടായി സ്വർഗാസ്വർഗത്തിൽ എടുക്കപ്പെടുന്നത്. കർത്താവിന്റെ മധ്യാകാശപ്പെടുത്തിയ ശേഷം 5 മരണാന്തരങ്ങളാണ് ഉണ്ടാകുന്നത്. രണ്ടാം സ്വർഗമുണ്ടായിരിക്കും, ഒന്നാം സ്വർഗമുണ്ടായിരിക്കും, സമുദ്രമുണ്ടായിരിക്കും, അധമപാതാളം ഉണ്ടായിരിക്കും, നരകമുണ്ടായിരിക്കും. നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എതിർക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം വരെ ഉള്ളത് പറയുമ്പോൾ അവിടെ 4 മരണാന്തരങ്ങളെ കാലഘട്ടത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം വരെയുള്ള 3.5 വർഷക്കാലം. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ലളിതമായി പഠിപ്പിക്കാം. അപ്പോൾ പുതിയ നിയമസഭയുടെ സ്ഥാപനം മുതൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത വരെ 6 മരണാന്തരങ്ങളുണ്ട്. അത് നമുക്ക് എത്ര കാലങ്ങൾ അറിയത്തില്ല. അത് കർത്താവിന്റെ സഭ സ്ഥാപിതമായ സ്തെഫാനോസ് ഒന്നാമതായി രക്തസാക്ഷിയായി മൂന്നാം സ്വർഗത്തിൽ എത്തിയത് മുതൽ അവസാനത്തെ വ്യക്തി എത്തുന്ന ദിവസമുണ്ട്. അതോടുകൂടെ കാഹളം നുനിക്കുമ്പോൾ രൂപാന്തരപ്പെടാനുള്ള കൂട്ടമുണ്ടായിരിക്കും. അതുവരെയുള്ള സമയമാണ്. കാലം ഗണിച്ചെടുക്കാൻ കഴിയത്തില്ല. പരിശുദ്ധമാകുന്നവരെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുവോ അന്നുവരെ ഈ 6 മരണാന്തരങ്ങളായിരിക്കും. മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3.5 വർഷം സാത്താനിക മഹോത്സവമാണ്. ഈ സാത്താനിക മഹോത്സവത്തിൽ 5 മരണാന്തരങ്ങൾ ഉണ്ടായിരിക്കും. അത് രണ്ടാം സ്വർഗമുണ്ടായിരിക്കും, ഒന്നാം സ്വർഗമുണ്ടായിരിക്കും, സമുദ്രമുണ്ടായിരിക്കും, മതമപാതാളമുണ്ടായിരിക്കും, നരകമുണ്ടായിരിക്കും. അതിനുശേഷമായി എതിർക്രിസ്തുവിന്റെ ഈ 3.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം വരെയുള്ള എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ ഈ ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലെയും ആൾക്കാർ എതിർക്രിസ്തുവിന്റെ ഭരണാരംഭത്തെങ്കിൽ അവര് പുനരുത്ഥാനം പ്രാപിക്കുന്നതോടെ അത് ശൂന്യമായിരിക്കും. അപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭൂമിക്ക് കീഴിൽ ഒരു മരണാന്തരം ഉണ്ടായിരിക്കും. വെളിപ്പാട് പുസ്തകം 6-9-11 ഭാഗമായി യാഗപീഠത്തിന് കീഴിൽ ആത്മാക്കളെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് യാഗപീഠം എന്നുള്ളത് യേശുക്രിസ്തു യാഗമായി തന്ന ഭൂമിയാണ്. ഭൂമിക്ക് കീഴിൽ എന്നുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിക്ക് കീഴിൽ ഉൾപ്പെടെ 4 മരണാന്തരങ്ങളാണ് എതിർക്രിസ്തുവിന്റെ ഭരണസമയത്തുണ്ടാകുന്നത്. സമുദ്രം, ഭൂമിക്ക് കീഴിൽ സമുദ്രം, അധോപാതാളം, നരകമെന്ന 4 ഭാഗങ്ങളുണ്ടായിരിക്കും. ഭൂമിക്ക് കീഴിൽ 3.5 വർഷത്തേക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞാൽ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം വരെ ഉള്ള മരണാന്തരകൾ നിത്യജീവൻ ഒരൊറ്റ നിര മാത്രമേ കാണുകയുള്ളൂ, സമുദ്രം. അതുകൊണ്ടാണ് സമുദ്രം ഓടിപ്പോകാതെ അവസാനം വരെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അധമപാതാളം ഉണ്ടാകുന്നു, പാതാളം, മരണവും നരകവും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം ഒടുക്കത്തെ നല്ല പുനരുത്ഥാനം വരെ സമുദ്രവും അധമപാതാളവും നരകവുമാണ്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം കർത്താവിന്റെ വരവിനുള്ള രണ്ടാമത്തെ വരവുള്ള സമയത്താണ് കാണുന്നത്. അപ്പോൾ ഏകദേശം 1000 ചില്ലുവാനും വർഷങ്ങൾ, 1000 വർഷം കഴിഞ്ഞ ചില ദിവസങ്ങൾ മാത്രമാണ് ഈ നിരയിലേക്കുള്ളതെന്നുള്ളത് ദൈവം നമ്മളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ 8 മരണനിരകളിലെ നിരകളെ കുറിച്ച് പഠിച്ചതിൽ നമുക്കറിയാവുന്നത് ഈ പറയുന്നതായിരുന്നു. നമുക്കറിയാമായിരുന്നു അബ്രഹാമിന് മടിയാകുന്ന മീതെയുള്ള പാതാളത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പറുദീസയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പാതാളത്തെക്കുറിച്ച് അറിയാമായിരുന്നു, യാതനാ സ്ഥലത്തെ അറിയാമായിരുന്നു, നരകത്തെക്കുറിച്ച് നമുക്ക് അറിയാമായിരുന്നു. നമുക്ക് പറുദീസയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും
പർദീസയിൽ 3 സ്വർഗങ്ങളുണ്ടെന്നുള്ളത് ഒരു വ്യാഖ്യാനാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി. അവിടേക്ക് ആരൊക്കെയാണ് പോകുന്നുള്ളത് മനസ്സിലാക്കി. 1-ാം സ്വർഗത്തിലേക്ക് പഴയ നിയമത്തിന്റെ സിദ്ധന്മാരായിരിക്കുന്ന ആത്മാക്കളാകുന്നെന്നും, 2-ാം സ്വർഗത്തിലേക്ക് പുതിയ നിയമസഭയുടെ സിദ്ധന്മാരായിരിക്കുന്ന ആത്മാക്കളാകുന്നെന്നും, 3-ാം സ്വർഗത്തിലേക്ക് അതിശ്രേഷ്ഠ നിലയുടെ നിർമ്മല കന്യകയുടെ ശ്രേഷ്ഠന്മാരാകുന്ന വെളിപ്പാടുന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ പർദീസയോട് ബന്ധത്തിൽ പഠിച്ചു. യാഗപീഠത്തിന് കീഴെന്നുള്ളത് ബൈബിളിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാഗപീഠത്തിന് കീഴെന്നുള്ളത് യേശുക്രിസ്തു യാഗമായി തീർന്ന ഭൂമി എന്ന പ്രാകാരമാണ്. ആ യാഗപീഠത്തിന് കീഴ് അത് ബാനിയാണ് ഭൂമിക്ക് കീഴിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് കീഴെന്നുള്ളത് നാം മനസ്സിലായപ്പോൾ സമുദ്രം എന്നുള്ളത് പലർക്കും സംശയമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. അപ്പോൾ അന്ന് ഒടുക്കത്തെ നാൾ തുറക്കപ്പെടുന്നതാണ് ജീവപുസ്തകം. അതുപോലെ തന്നെ പാതാളത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരുടെ പേര് എഴുതിയ പുസ്തകം, മരണത്തിന് വിധിക്കപ്പെട്ടവരുടെ പേര് അവരുടെ പ്രവൃത്തി എഴുതിയ പുസ്തകം. അപ്പം അന്നാണ് തുറക്കപ്പെടുന്നത്. ജീവന്റെ പുസ്തകം തുറക്കപ്പെടുന്നതും ഭാവികളുടെയും കഠിനഭാവികളുടെയും എഴുതിയ പ്രവൃത്തി എഴുതിയ പുസ്തകം 3 പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിലാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ജീവോസ്തി പേരുള്ളവരാണെന്നുള്ളത് വ്യക്തമാക്കിയതുകൊണ്ട് 8 മരണാനന്തരങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ ഔട്ട്ലൈൻ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ പഠിക്കുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ സന്തോഷമുള്ളവരായിരിക്കണം. വേദപുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തി മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടെയാണ് ചോദിക്കുമ്പോൾ 8 മരണാനന്തരങ്ങളുള്ളതും ഇന്ന് ഓരോ മനുഷ്യൻ മരിക്കുമ്പോൾ പോകുന്നത് 6 സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഏറ്റവും നന്മ അനുഭവിക്കുന്ന ക്രിസ്തുയേശുവിനെ അക്ഷയമായി സ്നേഹിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്ന മണവാട്ടിയാകുന്ന നിർമ്മലകന്യകയോടെ ഗണത്തിൽപ്പെടുന്നവരാണെങ്കിൽ പർദീസയുടെ ഇമ്പങ്ങളിൽ ഏറ്റവും അതിശേഷമായിരിക്കുന്ന 3-ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ പത്രോസ്, പൗലോസ്, മറ്റുള്ള ദൈവത്തിന്റെ വൃദ്ധന്മാർ, നമുക്ക് മുമ്പ് യാത്ര പറഞ്ഞ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതെ, അവിടെ വലിയ സന്തോഷമുണ്ടാകും, അവിടെ സ്വീകരണമുണ്ടാകും. വലിയ സന്തോഷമുള്ള കാര്യമാണ്. 2-ാം സ്വർഗത്തിലേക്കാണെങ്കിൽ അവിടെ പോയി അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്ല നിത്യജീവനാണെങ്കിൽ സമുദ്രത്തിലെത്തുമ്പോൾ അവിടെയുള്ളവരെ കാണാൻ സാധിക്കും. പാപിയായിട്ടാണ് മരിക്കുന്നെങ്കിൽ പാപം ചെയ്ത കിടക്കുന്നവരുടെ കൂടെ പോയി യാതന അനുഭവിക്കേണ്ടി വരും. കഠിനഭാവം ചെയ്ത് വിശ്വാസം തേയിച്ചാൽ പോകുന്നെങ്കിൽ, യേശുവിനെ തള്ളിക്കളഞ്ഞാൽ പോകുന്നെങ്കിൽ, വിശ്വാസം തന്നെ തേയിച്ചാൽ പോകുന്നെങ്കിൽ കഠിന ഭാവം അനുഭവിക്കുന്ന നിരയിൽ പാപം ചെയ്ത് ദൂതന്മാരോട് കിടക്കേണ്ടി വരും. ഏത് തിരഞ്ഞെടുക്കണമെന്ന് രാത്രിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് രാത്രി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടെ കർത്താവ് ഒരിക്കലും ഞങ്ങൾ നിത്യനരകാഗ്നിയിലേക്ക് പോകാനുള്ളവരെ കൂട്ടത്തിൽപ്പെടുന്നവരല്ല. കർത്താവിന്റെ കാകളന്നിരിക്കുമ്പോൾ അവനോടുകൂടെ രൂപാന്തരപ്പെട്ടെടുക്കുക, അവനോട് സദൃശമായി തീരുവാൻ വേണ്ടി. അതല്ല ഈ ലോകം വിട്ടു പോവുകയാണെങ്കിൽ ദൂതന്മാർ നമ്മെ കൊണ്ടുപോകേണ്ടത് പർദീസയമ്പമായിരിക്കുന്ന 3-ാം സ്വർഗത്തിലേക്ക് ആയിരിക്കണം. ആ പ്രത്യാശയോടെ നമുക്ക് രാത്രി നമുക്ക് ഈ ക്ലാസ്സിന് വിരാമിടാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.